എല്ലാ വഴികളും അടഞ്ഞ നിനക്ക് യേശു ഒരു പുതുവഴി തുറക്കും. താങ്കളുടെ മുന്നിൽ മാനുഷികമായ വാതിലുകൾ അടയുന്നത് സ്വർഗീയ വാതിൽ തുറക്കുവാനാണ്. ഒരു വഴിക്ക് വേണ്ടി പല വാതിൽ മുട്ടി, അവയെല്ലാം അടഞ്ഞെങ്കിൽ വഴിയും വാതിലുമായ യേശു പുതുവഴിയുമായി നിങ്ങളുടെ മുന്നിലെത്തും. ഇതാകുന്ന വഴി, ഇതിലേ പൊയ്ക്കൊള്ളുക എന്ന ഇമ്പശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾക്കും. സകലവും പ്രതികൂലമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വഴി പലപ്പോഴും വെളിപ്പെട്ടു വരുന്നത്. ചെങ്കടലിൻ്റെ തീരത്ത് കിടന്ന ഇസ്രായേൽ പ്രതികൂലത്തിൻ്റെ തീരത്ത് ഒരു പുതുവഴി ഉണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ജനലക്ഷങ്ങൾക്ക് വഴി തുറന്ന ദൈവം താങ്കൾക്കും തീർച്ചയായും ഒരു പുതുവഴി തുറക്കും. ഭക്തർക്കൊരുക്കുന്ന വലിയ നന്മ, ഗുപ്തമായുള്ള വലിയ നന്മ, കണ്ണു കണ്ടിട്ടില്ലാരും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും അറിയില്ല. നിന്റെ പ്രതികൂലത്തിൽ യേശുവിനെ വിളിക്കൂ. അവൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരും. ആർക്കും എത്തുവാൻ കഴിയാതവണ്ണം അപ്രതീക്ഷിതമായ പ്രതികൂല സാഹചര്യങ്ങൾ അറിയാതെ നേരിടാം. ആധിയിൽ ഹൃദയം അലതല്ലുമ്പോൾ അഭയമായി എനിക്ക് ആരുണ്ട്? ഈ പ്രതിസന്ധിയെ ഞാൻ എങ്ങനെ തരണം ചെയ്യും? തീരം വിട്ട ശിഷ്യന്മാർ 4-ാം യാമത്തിൽ തിരകളാൽ അവർ ആടി ഉലഞ്ഞപ്പോൾ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ അവരെ ആട്ടി ഉലച്ച തിരയിലൂടെ തന്നെ യേശു അരികിലെത്തി. അതുകൊണ്ട് താങ്കളുടെ ഏത് പ്രതികൂലത്തിലും യേശുവിനെ വിളിക്കൂ. പ്രതികൂലത്തിൽ യേശു ദൂരത്തല്ല, എത്രയും സമീപസ്ഥനായിരിക്കും. വചനം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. നിനക്ക് താങ്ങുവാൻ കഴിയാത്തത് യേശുവിനെ ഏൽപ്പിക്കൂ. ഏറ്റവും വലിയ ഭാരം മാനസികമായ ഹൃദയഭാരമാണ്. അതിൻ്റെ അളവ് തിരിച്ചറിയാൻ യേശുവിന് മാത്രമേ കഴിയൂ. ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന കർത്താവിന് ഹൃദയത്തിൻ്റെ അറകളിലെ ഭാരത്തിൻ്റെ അളവ് നന്നായി അറിയാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. തകർന്നും നുറുകിയുമിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവത്തിൻ്റെ കരങ്ങൾ നിന്റെ ഭാരം ചുമക്കേണ്ടതിന് വേണ്ടി നീട്ടിയിരിക്കുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹൃദയഭാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവൻ മാനസികമായി ശാരീരികമായി തളർന്നു വീഴും. നിന്റെ സകല ഭാരവും ചുമക്കുവാൻ യേശുവുണ്ട്. അതുകൊണ്ട് നാം അവയെ ചുമക്കേണ്ടതില്ല. നിന്നെ രക്ഷിപ്പാൻ യേശു മതിയായവൻ. പ്രതികൂലങ്ങൾ വരുമ്പോൾ ജീവിതം അസ്തമിച്ചുവെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പെരുവെള്ളത്തിൻ്റെയും അഗ്നിശോധനയുടെയും നടുവിലൂടെ പോകുന്നത് ദൈവികമായ അഭിവൃദ്ധിയുടെ വഴികളിൽ നാം എത്തുവാനാണ്. എനിക്കിത് കുടിപ്പാൻ കഴിയാത്ത കയ്പും വഹിപ്പാൻ കഴിയാത്ത ഭാരവുമാണ് എന്ന് നമുക്ക് തോന്നാം. തലയിലെ രോമവും കാലിലെ പൊടിയും എണ്ണിയ സർവശക്തൻ, നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ മതിയായവൻ. രക്ഷിപ്പാൻ കഴിയാതവണ്ണം അവൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം തൻ്റെ കാത് മന്ദമായിട്ടുമില്ല. മനം തകർന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി നൽകും. ഏതു ബലവാന്റെയും മനസ്സ് തളർന്നാൽ അവൻ ബലഹീനനായി പോകും. അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ, പരാജയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അടുത്ത ചുവട് എങ്ങനെ വയ്ക്കും എന്ന് തിരിച്ചറിയാതെ മനം തളർന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി നൽകും. ഏറ്റവും പരവശയായ രക്തസ്രവ സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളിൽ ഞരങ്ങിയാണ് വന്നത്. അവളിലേക്ക് യേശുവിൻ്റെ ശക്തി പുറപ്പെട്ടെങ്കിൽ, ഹന്നയുടെ മനം തകർന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്കും തീർച്ചയായും മറുപടി ലഭിക്കും. അതുകൊണ്ട് നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, യേശുവിൽ വിശ്വസിക്കുക. നിരാശ നിറഞ്ഞ ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിക്കൂ. പ്രതീക്ഷയും പ്രത്യാശയും ഉടൻ ലഭിക്കും. നിരാശ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും മരണമണമുള്ള കറുത്ത ചിന്തകളെ പുറത്തു വരും. അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനും പതിയിരിക്കുന്ന സാത്താനെ തകിടം മറിക്കുവാനുള്ള ഏക മാർഗം യേശുവിനെ വിളിക്കുക എന്നുള്ളതാണ്. പ്രത്യാശയുടെ വചനങ്ങൾ ഹൃദയത്തിൽ നിന്ന് പോകുമ്പോഴാണ് സാത്താൻ നിരാശ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിക്കളയുവാൻ യേശു താങ്കൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ
നിങ്ങളുടെ കാൽ കീഴെ മെതിച്ചു കളയും. താങ്കൾ ഭയപ്പെടുന്നത് ഭവിക്കാതെ ഇരുപ്പാൻ കർത്താവ് നിന്നെ തൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. നിന്റെ ചിറകിൽ എനിക്കഭയം, നിന്റെ മറവിൽ എനിക്കഭയം. എൻ്റെ സങ്കേതം ബലവും എൻ്റെ ഉറപ്പുള്ള പാറയും. നിനക്കൊരു നല്ല ഭാവി തരുവാൻ യേശുവിന് കഴിയും. പ്രതീക്ഷയ്ക്ക് വിപരീതമായി ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഒരു ശ്രേഷ്ഠ ഭാവി യേശു കുറിച്ചു വച്ചിട്ടുണ്ട്. ഒന്നിച്ചു പഠിച്ചവർ ഉന്നതിയിലെത്തി. പക്ഷേ എൻ്റെ ജീവിതം എങ്ങുമായില്ല. കുടുംബവും തലമുറയും നന്മയുടെ പല മണ്ഡലങ്ങളും അനുഭവിപ്പാൻ എനിക്കും വിധിയില്ലേ? തീർച്ചയായും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നൽകിത്തരുവാൻ കഴിയുന്ന കർത്താവായ യേശു തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ക്ഷമയോടെ കാത്തിരിക്കൂ. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ശ്രദ്ധിക്കൂ, ഗ്രേറ്റ് വിഷൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന തളർന്ന മനസ്സിന് പ്രതീക്ഷയുടെ 51 സന്ദേശങ്ങൾ. യേശുവിന് പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ ഒരവസരം നൽകൂ. നിന്റെ സകല പ്രശ്നത്തിനും യേശു പരിഹാരം നൽകും. ആത്മഹത്യ ചെയ്യരുത്, യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ ഏത് പ്രശ്നവും യേശുവിനോട് തുറന്നു പറയാം. നിന്റെ സകല പാപവും യേശു ക്ഷമിക്കും. നിന്റെ മനസാക്ഷിയിലെ പാപക്കറ യേശു നീക്കും. എല്ലാ വഴികളും അടഞ്ഞ നിനക്ക് യേശു ഒരു പുതുവഴി തുറക്കും. നിന്റെ പ്രതികൂലത്തിൽ യേശുവിനെ വിളിക്കൂ, അവൻ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. നിനക്ക് താങ്ങുവാൻ കഴിയാത്തത് യേശുവിനെ ഏൽപ്പിക്കൂ. നിന്നെ രക്ഷിപ്പാൻ യേശു മതിയായവൻ. മനം തളർന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി നൽകും. നിരാശ നിറഞ്ഞ ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിക്കൂ. പ്രതീക്ഷയും സമാധാനവും ഉടൻ ലഭിക്കും. നിനക്കൊരു നല്ല ഭാവി തരുവാൻ യേശുവിന് കഴിയും. നിന്റെ തളർന്ന മനസ്സിനെ കണ്ട് മറികടന്ന് യേശു ഒരിക്കലും പോകില്ല. ആരെക്കാളും നിന്നെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിയും. തകർന്ന നിന്നെ യേശു താങ്ങും. നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. യേശു വിളിച്ചാൽ ഒഴിഞ്ഞു മാറരുത്, അതിൽ ഒരനുഗ്രഹമുണ്ട്. നിന്റെ ഏത് സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ യേശുവിന് കഴിയും. നിന്നെ അലട്ടുന്ന ഏത് വിഷയവും യേശുവിനോട് തുറന്നു പറയാം. നിന്റെ അസാധ്യങ്ങളെ യേശു സാധ്യമാക്കി തരും. യേശുവിൻ്റെ അടുക്കൽ വരുന്ന നിന്നെ അവൻ ഒരിക്കലും കൈവിടില്ല. അസ്തമിച്ചു എന്ന് തോന്നുന്ന നിന്റെ ജീവിതത്തിന് ഒരു പുതിയ ഉദയം തരുവാൻ യേശുവിന് കഴിയും. യേശു ഒരിക്കലും നിന്നെ മറക്കില്ല. സ്വയം ശപിക്കരുത്, നിന്നെ അനുഗ്രഹിപ്പാൻ യേശു മതിയായവൻ. നിന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥ നൊമ്പരം യേശുവിനറിയാം. യേശുവിന് നീ എത്രയും വിലപ്പെട്ടതാണ്. നിന്റെ മനസ്സൊരിക്കലും യേശു മുറിക്കില്ല. തൻ്റെ മുറിവുകൾ നിന്റെ ഏത് മുറിവുകളെയും സൗഖ്യമാക്കും. എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നുന്നുവോ? തീർച്ചയായും നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. യേശു ഒരിക്കലും നിന്നെ വഴിമധ്യേ ഉപേക്ഷിക്കില്ല. യേശു ഒരിക്കലും നിന്നെ ചതിക്കുകയില്ല. നിന്റെ വഴികളെ യേശു ക്രമപ്പെടുത്തും. പ്രശ്നം ജീവിതത്തിൽ വരുമ്പോൾ ആ വാതിൽ തുറക്കുവാൻ യേശുവിനെ വിളിക്കൂ. നീ സുരക്ഷിതനായിരിക്കും. നിന്റെ നഷ്ടങ്ങൾ യേശു ലാഭമാക്കി തരും. യേശുവിൻ്റെ രക്തം നിന്നെ നീതിമാനാക്കും. നിന്റെ ഏത് പ്രശ്നത്തിൻ്റെയും നടുവിൽ യേശു ഇടനിൽക്കും. നീ യേശുവിന് വേണ്ടി ജീവിക്കുവാനാണ് അവൻ നിനക്ക് വേണ്ടി മരിച്ചത്. യേശുവിന് നിന്നെ മടക്കി വരുത്തുവാൻ കഴിയും. യേശു സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. നിനക്ക് നിത്യജീവൻ നൽകുവാനാണ് യേശു മരിച്ചത്. നീ യേശുവിന് വേണ്ടി ജീവിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം യേശുവിങ്കിൽ നിന്ന് ലഭിക്കും. യേശു തരുന്ന സമാധാനം നിത്യമാണ്. അതെടുത്തു കളയുവാൻ ആർക്കും കഴിയുകയില്ല. യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം ക്രൂശിലെ കാണാൻ കഴിയും. ലോകം നിന്നെ തള്ളുമ്പോൾ നീ വീഴുന്നത് യേശുവിൻ്റെ കരത്തിലാണ്. നിന്റെ തകർച്ചയെ യേശു ഉയർച്ചയാക്കി മാറ്റും. നീ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. നിന്നെക്കുറിച്ച് യേശുവിനൊരു പദ്ധതിയുണ്ട്. നിനക്ക് വേണ്ടതെല്ലാം യേശുവിൻ്റെ കരത്തിലുണ്ട്. യേശുവിൻ്റെ കൃപ നിന്നെ സൗന്ദര്യമുള്ള വ്യക്തിയാക്കി മാറ്റും. വിഷമിക്കണ്ട, യേശു നിന്നെ സഹായിക്കും. ദൈവരാജ്യം കാണുവാൻ പുതുതായി ജനിക്കണം.
യേശുവിനോട് ചേരുവാൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണം. ക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. തളർന്ന് നിന്റെ മനസ്സിനെ മറികടന്ന് യേശു ഒരിക്കലും പോകില്ല. യേശു പുരുഷാരത്തെ കണ്ടിട്ട് ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിന്നിയവരും ചെതറിയവരുമായി കണ്ട് അവരിൽ മനസ്സലിഞ്ഞു. ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇന്ന് കരയുന്ന നിങ്ങൾ ചിരിക്കും. സകലവും പ്രതികൂലമാകുമ്പോഴാണ് മനസ്സ് പൂർണ്ണമായി തളരുന്നത്. ഇനി ആശയ്ക്ക് ഒരു വഴിയുമില്ല എന്ന് തളർന്ന മനസ്സിൽ നിന്ന് നാം പറയുമ്പോൾ ആ തളർന്ന മനസ്സിനെ കണ്ട് ഒരിക്കലും യേശു മറികടന്നു പോകുന്നില്ല. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയ അതികാലത്തെ യേശുവിൻ്റെ കല്ലറക്കലെത്തി കരഞ്ഞുകൊണ്ട് നിന്നു. ആ തളർന്ന മനസ്സിനെ കണ്ട് യേശു ഒരിക്കലും മറികടന്നു പോയില്ല. അതുകൊണ്ട് തളർന്ന താങ്കളുടെ മനസ്സിനെ മറികടന്ന് യേശു ഒരിക്കലും പോകില്ല. ദൈവമേ, എൻ നിലവിളി കേൾക്കണേ, എൻ പ്രാർത്ഥന ശ്രവിക്കണേ. ആരെക്കാളും നിന്നെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിയും. അറിവിലും പരിചയത്തിലും മറ്റുള്ളവർ നമ്മെ അറിയുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെയും ജനനം മുതലുള്ള കാര്യം പൂർണ്ണമായി അറിയുവാൻ ആർക്കും കഴിയുകയില്ല. മോശയോട് ദൈവം, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബെഥെസ്ദാ കുളക്കരയിൽ കിടന്ന പക്ഷപാതക്കാരനെ ആരെക്കാളും കൂടുതൽ മനസ്സിലാക്കുവാൻ യേശുവിനെ കഴിഞ്ഞുള്ളൂ. വിടുതലിൻ്റെ സമയത്ത് കുളത്തിൽ ഇറക്കേണ്ടതിന് അവനെ സഹായിപ്പാൻ, അവനെ മനസ്സിലാക്കുവാൻ ആരുമില്ലായിരുന്നു. എന്നാൽ ആരെക്കാളും അവനെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിഞ്ഞു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. നീ അറിയാത്ത ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ആരെക്കാളും താങ്കളെ മനസ്സിലാക്കുവാൻ യേശുവിന് കഴിയും. തകർന്ന നിന്നെ യേശു താങ്ങും. സകലതും തകർന്ന ഇയ്യോബിനെ ദൈവം താങ്ങി. അതുപോലെ ഭൂമിയിൽ ഒരു വ്യക്തിയും തകർന്നിട്ടില്ല. വിരുന്നു വീട്ടിലടിച്ച കൊടുങ്കാറ്റ് തലമുറയെ തകർത്തു. തൻ്റെ സമ്പത്തെല്ലാം അപഹരിക്കപ്പെട്ടു. സ്വന്തം ശരീരം രോഗത്താൽ ബാധിക്കപ്പെട്ടു. തൻ്റെ പ്രിയ ഭാര്യ ആത്മഹത്യ ചെയ്യുവാൻ പ്രേരണ നൽകുന്ന വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. തൻ്റെ മാനം നിന്നയായി. ബഹുമാനിച്ചവർ അപമാനിച്ചു. താങ്ങേണ്ടവർ തളർത്തി. ആശ്വസിപ്പിക്കേണ്ടവർ വേദനിപ്പിച്ചു. 37 അധ്യായങ്ങൾ വരെ ഇയ്യോബിനോട് ദൈവം സംസാരിച്ചതായി കാണുന്നില്ല. ദൈവത്തിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റുവാൻ തക്കവണ്ണമുള്ള തകർച്ചയാണ് സാത്താൻ ഒരുക്കിയത്. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്നുള്ളത് ദൈവം താങ്ങിയതിൻ്റെ പ്രത്യക്ഷ അടയാളമാണ്. ഇയ്യോബിനെ നിലനിർത്തിയവൻ താങ്കളെയും നിർത്തും. ധൈര്യപ്പെടൂ, തകർന്ന് നിന്നെ യേശു താങ്ങും. നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയാത്ത വ്യക്തിയാണോ താങ്കൾ? സ്വയപരിശ്രമം കൊണ്ട് ഒരു പരിധിവരെ മാത്രമേ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയൂ. പാമ്പിൻ്റെ പുറന്തൊലി വർഷം തോറും ഇളകാറുണ്ട്, എന്നാൽ അതിൻ്റെ വിഷം ഇളകാറില്ല. സ്വന്തം ശക്തിയാലുള്ള ജീവിതമാറ്റം ഭാഗികമായിരിക്കും. നാം താലോലിക്കുന്ന ദുസ്വഭാവങ്ങൾ നമ്മെ നശിപ്പിക്കും. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കും. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. യേശു ഉള്ളിൽ വരുമ്പോൾ ജീവിതം പൂർണ്ണമായി മാറും. യേശു വിളിച്ചാൽ ഒഴിഞ്ഞു മാറരുത്. അതിൽ ഒരനുഗ്രഹമുണ്ട്. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഭൗമികമായ വല വിട്ടപ്പോൾ സ്വർഗീയമായ വല അവരുടെ കയ്യിൽ കർത്താവ് കൊടുത്തു. വാക്കിൽ വല നിറച്ചു കൊടുത്ത കർത്താവിൻ്റെ ആഹ്വാനത്തിൻ്റെ മുന്നിൽ ഒരിക്കലും നാം ഒഴിഞ്ഞു മാറരുത്. യേശു വിളിക്കുമ്പോൾ ഒഴിവ് കഴിവ് പറയരുത്. വിളിയെ അവഗണിച്ചവരെ സുവിശേഷത്തിൽ കാണാം. ഒരുവൻ ശവത്തിൻ്റെ പുറകെ പോയി, മറ്റൊരുത്തൻ നിലത്തിൻ്റെ പുറകെ പോയി, വേറൊരുത്തൻ കാളയുടെ പുറകെ പോയി, ഒടുവിലെത്തവൻ കുടുംബജീവിതമെന്ന വിഷയം പറഞ്ഞുപോയി. യേശു പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. വിളിയെ അവഗണിക്കുന്നത്
നമ്മുടെ അജ്ഞതയും അറിവില്ലായ്മയുമാണ്. അതുകൊണ്ട് ദൈവവിളി ഏറ്റെടുക്കുന്നവൻ ഏറ്റവും ദൈവത്താൽ മാനിക്കപ്പെടും. യേശു വിളിച്ചാൽ ഒരിക്കലും ഒഴിഞ്ഞു മാറരുത്. അതിൽ തീർച്ചയായും ഒരനുഗ്രഹമുണ്ട്. യേശുവോട് ചേർന്നു നടക്കാം, യേശുവിനായി ജീവൻ നൽകിടാം. നിന്റെ ഏത് സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ യേശുവിന് കഴിയും. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ കഴിയുന്നവനാണ് യേശു. ആവശ്യം വലുതായിരിക്കാം, എന്നാൽ കയ്യിലുള്ളതോ പരിമിതമായിരിക്കും. പുരുഷാരത്തിൻ്റെ എണ്ണത്തിനൊത്ത് കൊടുക്കുവാൻ ശിഷ്യന്മാരുടെ പക്കൽ ഏതുമില്ലായിരുന്നു. പുരുഷന്മാരുടെ എണ്ണം തന്നെ ഏകദേശം 5000. അപ്പത്തിൻ്റെ എണ്ണമോ കേവലം 5 മാത്രം. ഒരപ്പം 1000 പേർക്ക്, ഒരു മീൻ 2500 പേർക്ക്. മനുഷ്യബുദ്ധിയിൽ ഇത് വിഭജിക്കാൻ അസാധ്യമാണ്. കയ്യിൽ കിട്ടുന്നവന് കണ്ണിൽ കരടുപോലെ കിട്ടൂ. എന്നാൽ യേശു പറയുന്നത് ആളുകളെ പന്തി പന്തിയായി ഇരുത്തു. അവരുടെ പക്കലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കൈകളിലൂടെ കയറിയിറങ്ങിയപ്പോൾ ആ അപ്പത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും സ്ഥിതിക്ക് ഭേദം വന്നു. കർത്താവ് പറഞ്ഞിട്ടിരുന്നവർക്കെല്ലാം തൃപ്തി വന്നു. എണ്ണിക്കൊടുത്തവൻ കൊട്ടക്കണക്കിന് ചുമന്നുകൊണ്ടുപോയി. അതെ, നിന്റെ ഏത് സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ യേശുവിന് കഴിയും. നിന്നെ അലട്ടുന്ന ഏത് വിഷയവും യേശുവിനോട് തുറന്നു പറയാം. ഉൾഭയം കൊണ്ട് പുറത്തു പറയാൻ കഴിയാത്ത വിഷയങ്ങളുമായി ജീവിക്കുന്നവർ അനേകരാണ്. പ്രശ്നം തുറന്നു പറഞ്ഞാൽ ചൂഷണവിധേയരാകും എന്ന ഉത്കണ്ഠയാണ് ഇവരിലുള്ളത്. വഞ്ചിതരും വഞ്ചിക്കപ്പെട്ടവരും ഇടം വലം നിൽക്കുമ്പോൾ ഉള്ളു തുറക്കുവാൻ എങ്ങനെ കഴിയും? ഉമിത്തി പോലും വെന്തു നീറുന്ന ഹൃദയത്തിൽ പരിഹരിക്കപ്പെടാനാവാതെ വിഷയങ്ങൾ അലട്ടുകയാണ്. എന്നാൽ ചെവിക്ക് ചെവി അറിയാതെ നിന്റെ പ്രശ്നം യേശു പരിഹരിക്കും. നിന്റെ ഏത് രഹസ്യവും യേശുവിനോട് തുറന്നു പറയാം. അതെ, ആരും അറിയാതെ പ്രശ്നം പരിഹരിച്ചു തരുവാൻ കഴിയുന്ന യേശുവിനോട് ഉള്ളു തുറന്നു പറയൂ. അവൻ നിന്നെ മോചിപ്പിക്കും. അതെ, നിന്നെ അലട്ടുന്ന ഏത് വിഷയവും യേശുവിനോട് തുറന്നു പറയാം. നിന്റെ അസാധ്യങ്ങളെ യേശു സാധ്യമാക്കി തരും. സമയം കഴിഞ്ഞു, അവസരം നഷ്ടമായി. കണ്ണീരോട് തലകുനിച്ച് മടങ്ങി വരുമ്പോൾ നിന്റെ ഉള്ളിൽ നീറണ്ട. ആഴിയിൽ വഴി കണ്ടവൻ, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചവൻ നിന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. മാറയുടെ തീരത്ത് മധുരവർഷം നട്ടിരുന്നത് ഇസ്രായേൽ അറിഞ്ഞിരുന്നില്ല. അവർ കേട്ടതും കണ്ടതും രുചിച്ചതും കയ്പായിരുന്നു. ലക്ഷങ്ങളുടെ കയ്പ് ഒരു നിമിഷം കൊണ്ട് മാറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു. സത്യദൈവവും നിത്യജീവനുമായി യേശുക്രിസ്തു നിന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. യേശുവിൻ്റെ അടുക്കൽ വരുന്ന നിന്നെ അവൻ ഒരിക്കലും കൈവിടില്ല. ആരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഹൃദയമാണ് യേശുവിൻ്റേത്. വർഗവർണ്ണ വ്യത്യാസമില്ലാതെ സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ യേശു കൽപ്പിച്ചത് അതുകൊണ്ടാണ്. യേശുവിൻ്റെ ഹൃദയവിശാലതയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം വ്യാപ്തിയുണ്ട്. അവഗണിക്കപ്പെട്ടവർക്കും ഒറ്റപ്പെട്ടവർക്കും തള്ളപ്പെട്ടവർക്കുമുള്ള അഭയസ്ഥാനം യേശുവിൻ്റെ പാദപീഠമാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. അഭയത്തിനായി യേശുവിൻ്റെ അരികിൽ ചെല്ലുന്നവനെ ഒരിക്കലും ശത്രുവിൻ്റെ കയ്യിൽ യേശു ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ആനന്ദഘോഷം തൻ ഭക്തർക്കു നൽകും, വിലാപങ്ങളും നൃത്തമാക്കിടും. അസ്തമിച്ചു എന്ന് തോന്നുന്ന നിന്റെ ജീവിതത്തിന് ഒരു പുതിയ ഉദയം തരുവാൻ യേശുവിന് കഴിയും. ഞെട്ടിപ്പിക്കുന്ന നൊമ്പരങ്ങൾ അസ്തമിച്ച ജീവിതത്തിന് തുല്യമാണ്. കരിഞ്ഞ ചാരത്തിൽ നിന്നും പ്രതീക്ഷയില്ലാത്തതുപോലെ മഴത്തുള്ളിയിൽ ചാരം കാണാമറയത്ത് പോകുന്നു. അതിലെവിടെ ആശ, പ്രതീക്ഷ? അപകടവും രോഗവും വേർപാടും ഇവയെല്ലാം സങ്കല്പ കൊട്ടാരത്തിൻ്റെ അടർന്നു വീഴുന്ന വലിയ ചില്ലുകളാണ്. ദൈവം ഒരുവനെ പ്രയോജനപ്പെടുത്തുവാൻ പദ്ധതിയിടുമ്പോൾ ദൈവത്തിൻ്റെ പണിപ്പുരയിലൂടെ കയറി ഇറങ്ങേണ്ടി വരും. അതിൻ്റെ ആരംഭത്തിൽ എല്ലാം ഇതോടെ അസ്തമിച്ചുവെന്ന് തോന്നും. ദൈവത്തിൻ്റെ പണി നമ്മിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവപ്രവൃത്തിയുടെ പുതിയ ഉദയകിരണങ്ങൾ നമ്മെ കാത്തിരിക്കുകയായിരിക്കും. ആഗ്രഹങ്ങൾ ജീവിത പുസ്തകത്തിൻ്റെ പുറം കവറുകളാണ്. അതിലെ ഓരോ അധ്യായങ്ങളും സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അസ്തമിച്ചുവെന്ന് തോന്നുന്ന താങ്കളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉദയം തരുവാൻ തീർച്ചയായും യേശുവിന് കഴിയും. യേശു ഒരിക്കലും നിന്നെ മറക്കുകയില്ല. യേശു ഒരിക്കലും നിന്നെ മറക്കുകയില്ല. കാരണം പിശാചിൻ്റെ പാപച്ചന്തയിൽ നിന്നും യേശു താങ്കളെ വിലയ്ക്ക് വാങ്ങി. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ നിന്നെ കൊണ്ടുവന്നു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ചു. മക്കളും അവകാശികളുമാക്കി തീർത്തു.
അവനെ കൈക്കൊണ്ടവർ സ്വന്തം മക്കളായി മാറി. അവനിൽ ജനിച്ചവരെ എങ്ങനെ മറക്കും? അതുകൊണ്ട് യേശു ഒരിക്കലും നിന്നെ മറക്കുകയില്ല. നിന്നെ മറക്കുവാൻ യേശുവിന് കഴിയുകയില്ല. വചനം പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. സുഹൃത്തേ, യേശു ഒരിക്കലും താങ്കളെ മറക്കുകയില്ല. തള്ളമറന്നാലും തള്ളാത്ത സ്നേഹം യേശുവിൽ നമുക്കുണ്ടല്ലോ. സ്വയം ശപിക്കരുത്. നിന്നെ അനുഗ്രഹിപ്പാൻ യേശു മതിയായവൻ. ദൈവം സാക്ഷ്യം പറഞ്ഞ ഭക്തനായ ഇയ്യോബ് തൻ്റെ കൊടും ശോധനയിൽ വായു തുറന്ന് ജന്മദിവസത്തെ ശപിച്ചു. ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവായിരുന്ന മോശ ജീവിതം മടുത്ത് മരിക്കാൻ പ്രാർത്ഥിച്ചു. വിദേശ മിഷണറിയായിരുന്ന യോനാ പ്രവാചകൻ മരിക്കാൻ പ്രാർത്ഥിച്ചു. ഒരു വ്യക്തിയുടെ വാക്കിൽ മനം തകർന്ന ഏലിയ പ്രവാചകൻ സ്വയം തളർന്നവനായി മരിക്കാൻ പ്രാർത്ഥിച്ചു. ഇവരുടെ പ്രാർത്ഥനാ വിഷയം മരണമായിരുന്നു. എന്നാൽ അവർക്ക് ജീവിപ്പിക്കുന്ന അടയും തണലും കാടയും ഇരട്ടി നന്മയും നൽകി ശാപവും മരണഭീതിയും അനുഗ്രഹമാക്കി തീർത്തു. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ എന്ന് പറഞ്ഞ കർത്താവ് നിശ്ചയമായും താങ്കളെയും അനുഗ്രഹിക്കും. നീ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും. യബ്ബേസിനെ അനുഗ്രഹിച്ച് അതിര് വിസ്താരമാക്കിയ ദൈവം നിങ്ങളെയും നിശ്ചയമായി അനുഗ്രഹിച്ച് നിങ്ങളുടെ അതിര് വിസ്താരമാക്കും. അതുകൊണ്ട് ഇനി സ്വയം ശപിക്കരുത്. നിങ്ങളെ അനുഗ്രഹിപ്പാൻ യേശു മതിയായും. മരണപാതാളത്തെ ജയിച്ച എൻ്റെ യേശുവിൻ മക്കൾക്കുണ്ടോ മരണഭീതി? വെല്ലുവിളിക്കാം ധൈര്യമായിന്ന്, മരണമേ നിന്റെ ജയമെവിടെ? നിന്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ നൊമ്പരം യേശുവിനറിയാം. ദീർഘശ്വാസം വിട്ട് ഒന്നിലും മനസ്സ് വയ്ക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ട തോണിയെപ്പോലെ എങ്ങോട്ടുന്നില്ലാതെ തിരയിലും ചുഴിയിലും അലഞ്ഞുലയുന്ന മനസ്സുമായി പോകുന്ന വ്യക്തിയാണോ താങ്കൾ? ശ്രദ്ധിക്കേണ്ടവരും കരുതേണ്ടവരും സമയത്ത് മറന്നുപോയതിൻ്റെ നഷ്ടം ജീവിതത്തിൻ്റെ പ്രതീക്ഷാ മണ്ഡലങ്ങളെ അടച്ചു കളഞ്ഞു. അവസരങ്ങൾ അവഗണിക്കപ്പെട്ട ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും തേങ്ങലുകളും ഓർമ്മയുടെ വിദൂരങ്ങളിൽ നിന്ന് ഇടയ്ക്കിടെ വന്ന് മനസ്സിൽ അലതല്ലുമ്പോൾ അവശേഷിക്കുന്നത് കുറേ തേങ്ങലുകൾ മാത്രം. ഫലം തരാതെ ആയുസ്സും ആരോഗ്യവും ചോർന്നുപോയതിൻ്റെ നഷ്ടം ദൃശ്യമല്ലാത്ത വിധം ഹൃദയത്തിനാഘാതമായി. ഈ നൊമ്പരം ആരറിയുന്നു? ഈ സങ്കടം ആര് കേൾക്കുന്നു? ഇരിപ്പും കിടപ്പും നന്നായി അറിയുന്ന ദൈവം നിന്റെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുവാൻ കഴിയും. ദൈവം നിന്നോട് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും, മനോവ്യസനമുള്ളവരോടുകൂടെ ഞാൻ വസിക്കും. അതെ, നിന്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ നൊമ്പരം യേശുവിനറിയാം. അതിൻ്റെ പരിഹാരമാർഗവും ആ മഹാകരങ്ങളിലുണ്ട്. എൻ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചിടും. യേശുവിന് നീ എത്രയും വിലപ്പെട്ടവനാണ്. ലോകദൃഷ്ടിയിൽ ഞാനൊരു ചപ്പും ചവറുമാണ് എന്ന തോന്നലുണ്ടെങ്കിൽ അവഗണനയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും അപവാദങ്ങളുടെയും അപമാനങ്ങളുടെയും വിഷമുള്ളുകൾ കാരണം കൂടാതെ ജീവിതത്തിൽ തറച്ചതിനാൽ ചേതനയറ്റ മനസ്സിൽ നിന്നും വരുന്ന വാക്കുകൾ ജീവിച്ചിട്ടെന്ത് കാര്യം? പ്രതീക്ഷ തകർന്ന എന്നെ ആർക്കു വേണം? എന്നാൽ യേശുവിന് നീ എത്രയും വിലപ്പെട്ടതാണ്. കാരണം നീ അവൻ്റെ കുഞ്ഞാടാണ്. നല്ല മുന്തിരിവള്ളിയായ ക്രിസ്തുവിൻ്റെ ഒരു ശാഖയാണ് നീ. നീ അവൻ്റെ ഭവനമാണ്. സഭയാം കെട്ടിടത്തിൻ്റെ ജീവനുള്ള കല്ലാണ്. വില കൊടുത്തു വാങ്ങിയ നിക്ഷേപവും അവൻ്റെ ആലയവുമാണ്. അതെ, നീ യേശുവിന് എത്രയും വിലപ്പെട്ടവനാണ്. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് നിന്നെ വിലയ്ക്ക് വാങ്ങിയത്. നിന്റെ വില നിനക്കറിയില്ലെങ്കിലും യേശുവിനറിയാം. കാരണം തൻ്റെ ചങ്കിലെ ചോര കൊണ്ടാണ് നിന്നെ വിലയ്ക്ക് വാങ്ങിയത്. അതുകൊണ്ട് യേശുവിൻ്റെ ഹൃദയത്തിൽ താങ്കൾ എപ്പോഴുമുണ്ട്. നിന്റെ മനസ്സ് ഒരിക്കലും യേശു മുറിക്കില്ല. അവിടുത്തെ മുറിവുകൾ നിന്റെ ഏതു മുറിവുകളെയും സൗഖ്യമാക്കും. സമാധാന പ്രഭുവായ ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ സമാധാനമില്ലാതെയിരുന്ന കാലങ്ങളിലുണ്ടായ സകല മുറിവുകളും തൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമായി മാറും. ഒരു നാളും സുഖപ്പെടാതവണ്ണം ലോകം, ജഡം, പിശാചിനാൽ തകർന്നു മാറിയ ഹൃദയത്തിൻ്റെ സ്ഥിതി പോലും തൻ്റെ മുറിവുകൾ മാറ്റിയെടുക്കും. ക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരിശിലയിലൂടെ തുറക്കപ്പെട്ട പുതിയ വഴി മുറിവേറ്റ നിന്നിലും തുടങ്ങുകയായി. വ്രണം നിറഞ്ഞ ഹൃദയത്തിന്മേൽ ആണിപ്പഴുതുള്ള ആ കരം സ്പർശിക്കുമ്പോൾ ആർക്കും ഒരു നാളും കാണാതെ വണ്ണം
ആ ഉൾമുറിവുകൾ എന്നേക്കുമായി അപ്രത്യക്ഷമാകും. അതേ, യേശുവിൻ്റെ മുറിവുകൾ താങ്കളുടെ സകല മുറിവുകളെയും സൗഖ്യമാക്കും. എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നുന്നുവോ? തീർച്ചയായും നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു ശബ്ദമില്ല, അംഗീകാരത്തിൻ്റെ ഒരു നോട്ടമില്ല, സ്നേഹത്തിൻ്റെ ഒരു സ്പർശനമില്ല, കരുതലിൻ്റെ തലോടലില്ല, പ്രോത്സാഹനത്തിന് അവസരങ്ങളില്ല. ചൂഷണ കണ്ണുകൾക്ക് വിധേയപ്പെടാഞ്ഞതിൻ്റെ പക നിറഞ്ഞ അവഗണനകൾ ശുഭഭാവിയുടെ തിരുനാളത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ, കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ്, എന്നെ ആർക്കും വേണ്ട, പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? മുൾമുടിയിലെ രക്തം കണ്ണീരിൽ അലിഞ്ഞ് കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയ ആ സ്നേഹസാഗരമാകുന്ന യേശു നിന്നോട് പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ മഹത്തായ വാഗ്ദത്തം താങ്കൾക്കുമുള്ളതാണ്. അവഗണിക്കപ്പെട്ട താങ്കളെ യേശുവിന് ആവശ്യമുണ്ട്. ക്രൂശിൽ തൂങ്ങി രക്ഷ നൽകി നിത്യജീവൻ ദാനം ചെയ്ത കർത്തനെ നീ മറന്നിടല്ലേ ജീവിതപാതേ. യേശു ഒരിക്കലും നിന്നെ വഴിമധ്യേ ഉപേക്ഷിക്കില്ല. ഈ ലോകത്തിൻ്റെ വഴികാട്ടുകളുടെ കണ്ണുമങ്ങ, കാലുകുഴയാം. എന്നാൽ നിന്റെ പരിപാലകൻ ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമാണ്. അവൻ കൂരിരുൾ താഴ്വരയിൽ കൂടെയിരിക്കുന്നവൻ, അനർത്ഥൻ വ്യസന കാരണമായി തീരാതവണ്ണം കാക്കുന്നവൻ, കൂരിരുട്ടിലും കൊടുങ്കാറ്റിലും കൂടെയിരിക്കുന്നവൻ, ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തുന്നവൻ, വെള്ളത്തിലും തീയിലും കൂടി കടക്കുമ്പോൾ മുങ്ങാതെയും വെന്തുപോകാതെയും സൂക്ഷിക്കുന്നവൻ, ആശയറ്റതിൽ അത്ഭുതം ചെയ്യുന്നവൻ, ആരോരും അറിയാത്തവരെ ആയിരങ്ങളുടെ നടുവിൽ നിർത്തുന്നവൻ, അവഗണനകളുടെ ആധിക്യം അകത്തെ മനുഷ്യനാഘാതമുണ്ടാക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഉരുവിടേണ്ട വാക്ക്, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. പൗലോസ് പറയുന്നു, എല്ലാവരും എന്നെ കൈവിട്ടു, എന്നാൽ കർത്താവോ എനിക്ക് തുണനിന്നു. അതുകൊണ്ട് അവൻ ഉറക്കെ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നാശപുരിയിൽ നിന്ന് മോക്ഷപുരിയിലേക്ക് പോകുവാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിറക്കിയ യേശു ഒരിക്കലും നിന്നെ വഴിമധ്യേ ഉപേക്ഷിക്കില്ല. യേശു ഒരിക്കലും നിന്നെ ചതിക്കുകയില്ല. ചതിവും വഞ്ചനയും കൊണ്ട് നെയ്തെടുത്ത വ്യാജ സ്നേഹത്തിൻ്റെ പുറം ചട്ടകളാണ് ഏറിയ പങ്ക് മനുഷ്യരും ധരിച്ചിരിക്കുന്നത്. ഉറ്റ സുഹൃത്തുക്കൾ എന്ന് വിശ്വസിച്ചിരുന്നവരിലേക്ക് ഒഴുകിപ്പോയ രഹസ്യങ്ങൾ സൗഹൃദം തെറ്റിയപ്പോൾ അവയെല്ലാം ദുർഘടം നിറഞ്ഞ ചതിക്കുഴികളായി മാറി. വ്യാജ സ്നേഹത്തിൻ്റെ ഉൾമുറിയിലെ പതിയിരിപ്പ് തിരിച്ചറിയാൻ കഴിയാഞ്ഞ ശിംശോന്റെ ജടകൾ മുറിച്ചെടുത്തതുപോലെ വ്യാജ സ്നേഹത്തിൻ്റെ മുഖം മൂടികൾ പിന്തുടർന്നേക്കാം. വിവേചനത്തിൻ്റെ കണ്ണുകളിൽ അവ തിരിച്ചറിഞ്ഞ് അരുതാത്ത ബന്ധങ്ങളോട് മനഃപൂർവ്വം വിട പറയുക. ക്രിസ്തുബന്ധത്തിന് ക്ഷീണം തട്ടുന്ന എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും നിന്റെ പാദം മനഃപൂർവ്വം പിൻവലിക്കുക. നിന്റെ വ്യക്തിപരവും കുടുംബപരവുമായ രഹസ്യങ്ങളെ യേശുവിനോട് മാത്രം പറയുക. ചതിക്കാത്ത യേശുവാണ് നിന്റെ യഥാർത്ഥ സ്നേഹിതൻ. അവനെ നീ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിക്കുക. യേശു ഒരിക്കലും നിന്നെ ചതിക്കുകയില്ല. നിന്നെ വിളിച്ച ക്രിസ്തു എത്രയും വിശ്വസ്തനത്രേ. നിന്റെ വഴികളെ യേശു ക്രമപ്പെടുത്തും. അവൻ നിനക്ക് മുമ്പായി കടന്നുചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. പർവ്വത സമാനമായി ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളെ അവൻ സമഭൂമിയാക്കി മാറ്റും. അർഹതയും യോഗ്യതയും ഉണ്ടെങ്കിലും വാക്തത്വങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയാതെ വണ്ണം ദൈവമില്ലാത്ത സാത്താന്യ വീരന്മാർ അനാവശ്യ നൊമ്പരങ്ങൾ അഴിച്ചുവിടുമ്പോൾ നിയമത്തിന് വിരോധമായി കഷ്ടതയുണ്ടാക്കുന്ന ദുഷ്ടസിംഹാസനത്തോട് സഖ്യതയില്ലാത്ത ദൈവം, ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്ന ദൈവം, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്ന ദൈവം, തൻ്റെ വിളികേട്ടിറങ്ങിയവരുടെ വഴികളെ ക്രമപ്പെടുത്തുവാൻ പെരുവെള്ളത്തിൽ പാതയൊരുക്കുകയും മരുഭൂമിയിൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഒരുക്കിയ ദൈവം നിന്റെ ദൈവം തന്നെ. ഉത്കണ്ഠകളൊന്നും വേണ്ട. നിന്റെ വഴികളെ യേശു തന്നെ ക്രമപ്പെടുത്തും. കണ്ണാലെ കാണും. വചനം പറയുന്നു, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം തന്നെ. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. താങ്കളുടെ വഴികളെ ഇതാ യേശു ക്രമപ്പെടുത്തുവാൻ പോകുന്നു. പ്രശ്നം ജീവിതത്തിൽ വന്നു മുട്ടുമ്പോൾ ആ വാതിൽ തുറക്കുവാൻ നീ യേശുവിനെ വിളിക്കൂ. അപ്പോൾ താങ്കൾ സുരക്ഷിതനായിരിക്കും. ഒന്നാമത്തെ പ്രശ്നം, അബദ്ധത്തിൽ നിന്നും അശ്രദ്ധയിൽ നിന്നും അമിത ബോധ്യത്തിൽ നിന്നും അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരിക സാധാരണമാണ്. അതുകൊണ്ട് തീരുമാനശേഷിയും വ്യക്തിത്വം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന തോന്നൽ താങ്കളെ അലട്ടരുത്. സംഭവിച്ചതിൻ്റെ യഥാർത്ഥ കാരണം തിരിച്ചറിഞ്ഞ് ജയാളിയായി മുന്നോട്ടു പോകുവാൻ യേശുവിൽ ആശ്രയിക്കണം. പൗലോസ് പറയുന്നു,
നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. താങ്കളുടെ എല്ലാ അഭിവൃദ്ധിക്കും നന്മകൾക്കും എതിരായി പ്രവർത്തിക്കുന്ന അസൂയാലുക്കൾ, പരദൂഷണം പറയുന്നവർ, അപവാദികൾ, അവഗണിക്കുന്നവർ, പരസ്യമായി ആക്ഷേപിക്കുന്നവർ, കുത്തുവാക്കുകൾ പറയുന്നവർ, നന്മയുടെ മൂടുപടമിട്ട് തിന്മയുടെ വാക്കുകൾ പറയുന്നവർ, ചേരിതിരിഞ്ഞ് തേജോവധം ചെയ്യുന്നവർ, പ്രാകുന്നവർ, ശാപവാക്കുകൾ ഉരുവിടുന്നവർ, ഗതി പിടിക്കില്ലെന്ന് വെല്ലുവിളിക്കുന്നവർ, നീ അധൈര്യപ്പെടണ്ട. ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോൾ നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഒരു നാളും ഫലിക്കുകയില്ല. യേശു വിശ്വസ്തൻ. പ്രശ്നം ജീവിതത്തിൽ വന്ന് മുട്ടുമ്പോൾ ആ വാതിൽ തുറക്കുവാൻ താങ്കൾ യേശുവിനെ വിളിക്കൂ. തീർച്ചയായും നിങ്ങൾ സുരക്ഷിതനായിരിക്കും. നിന്ന പരിഹാസം വന്നിടും വേളയിൽ നിന്നയേറ്റോനെ നീ മറന്നിടല്ലേ. നിന്നിച്ചോർക്കവൻ നൽകും ശിക്ഷയുമാനാളിൽ നിന്നയേറ്റോർക്കോ പ്രതിഫലവും. നിന്റെ നഷ്ടങ്ങൾ യേശു ലാഭമാക്കി തരും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശ്വസിപ്പാൻ കഴിയാത്ത വിധം കഷ്ടമനുഭവിച്ച 2 വ്യക്തികളുണ്ട്. ഒന്ന് ഇയ്യോബും 2 പൗലോസും. ഇയ്യോബിന് നഷ്ടമായ സകലതും ദൈവത്തിൻ്റെ നിർണയത്തിലും അനുവാദത്തിലുമായിരുന്നു. അതുകൊണ്ട് തൻ്റെ കഷ്ടത തീർന്നപ്പോൾ തിരികെ കിട്ടിയത് നഷ്ടപ്പെട്ടതായിരുന്നില്ല, പ്രത്യുത ഇരട്ടിയായിരുന്നു. പൗലോസിന് നഷ്ടപ്പെട്ടതല്ല, താൻ ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്തുകയായിരുന്നു. ക്രിസ്തു ദർശനം തനിക്ക് ലഭിച്ചപ്പോൾ ഈ ലോകത്തിൽ തനിക്കുണ്ടായിരുന്നതെല്ലാം ചവറന്നെണ്ണുവാൻ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം തന്നെ പ്രേരിപ്പിച്ചു. അരക്കാശ് ലോകത്തിൻ്റെ ബാങ്കിൽ വയ്ക്കാതെ സകല പ്രതിഫലവും ഒന്നിച്ചു വാങ്ങുവാൻ നിത്യതയുടെ ബാങ്കിൽ നിക്ഷേപിച്ച് വീരചരമം പ്രാപിച്ചു. ദർശന നിമിത്തം സ്വന്തം സഹോദരന്മാർ യോസഫിൻ്റെ അങ്കി ഉരിഞ്ഞുകളഞ്ഞു. ദർശനം കൊടുത്ത ദൈവം അവന് രാജകീയ അങ്കി സ്വർഗത്തിൽ നെയ്ത് ഫറവോനോടൊപ്പം ഇരുത്തി. പ്രിയ ദൈവവിതലെ, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം താങ്കൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 100 മടങ്ങായി തരുവാൻ യേശു ക്രിസ്തു മതിയായവൻ. വചനം പറയുന്നു, എൻ്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ വീടുകളെയോ നിലങ്ങളെയോ വിട്ടവർക്ക് ഈ ലോകത്തിൽ 100 മടങ്ങും വരുവാനുള്ളതിൽ നിത്യജീവനും ലഭിക്കുമെന്ന്. ആകയാൽ താങ്കളുടെ നഷ്ടങ്ങൾ യേശു ലാഭമാക്കി തരും. യേശുവിൻ്റെ രക്തം താങ്കളെ നീതിമാനാക്കും. മനസ്സാ വാച കർമ്മണ ചെയ്യുന്ന അധർമ്മങ്ങളും തിന്മകളും മനസാക്ഷിയുടെ കോടതിയിൽ ഒരു തീക്കും കത്തിക്കുവാൻ കഴിയാതവണ്ണം സൂക്ഷിക്കപ്പെടും. ഏതധർമ്മിയെയും ഈ ലോകത്തിൻ്റെ കോടതിക്ക് നീതീകരിച്ച് വെറുതെ വിടാം. എന്നാൽ മനസാക്ഷിയുടെയും ദൈവത്തിൻ്റെയും കോടതിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ വെറുതെ വിട്ടാലും അവൻ്റെ മനസാക്ഷിയിൽ പറ്റിപ്പിടിച്ച രക്തക്കറയുടെ നിറം മനസാക്ഷിയിലൂടെ കൈകളിൽ ദർശിപ്പാൻ കഴിയും. ഈ ചോരക്കറയിൽ നിന്നുമുണ്ടായ പാപക്കറയെ നീക്കം ചെയ്യുവാൻ നാളിതുവരെ ഒരു മാർഗവും ഈ ലോകത്തിലുണ്ടായിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ രക്തം അവൻ്റെ മനസാക്ഷിയിൽ പറ്റിപ്പിടിച്ച പാപക്കറകളെ ആർക്കും ഒരു നാളും കാണുവാൻ കഴിയാതവണ്ണം നീക്കം ചെയ്യുകയും അധർമ്മികളുടെ കൂട്ടത്തിൽ നിന്ന് അനുദപിക്കുന്നവനെ ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മുക്കിയെടുത്തു കഴിയുമ്പോൾ അവൻ നീതിമാനായി മാറും. സുഹൃത്തെ, ക്ഷമിക്കപ്പെടാൻ കഴിയാത്ത പാപത്തിനടിമയാണോ? പരിഹാരമുണ്ട്. പാപിനിയായ സ്ത്രീയെപ്പോലെ നനഞ്ഞ കണ്ണുകളോട് വിശ്വാസത്താൽ യേശുവിൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കരയൂ. അപ്പോൾ നിനക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു ശബ്ദമുണ്ട്, ഇതാ ഞാൻ നിന്നെ നീതിമാനാക്കിയിരിക്കുന്നു, പോക, ഇനിമേൽ ഒരിക്കലും പാപം ചെയ്യരുത്. അതെ, യേശുവിൻ്റെ രക്തം താങ്കളെ നീതിമാനാക്കി മാറ്റും. നിന്റെ ഏത് പ്രശ്നത്തിൻ്റെയും നടുവിൽ യേശു ഇടനിൽക്കും. തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട നിരപരാധികളെ നമുക്ക് ധാരാളം കാണുവാൻ കഴിയും. സത്യം തെളിയിക്കേണ്ട ഒന്നല്ല, അത് തെളിവായി വെളിപ്പെട്ടു വരേണ്ടതാണ്. വ്യാജ തെളിവുകൾ ഭോഷ്കിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. അകത്തും പുറത്തും പ്രതികൂലം വരുമ്പോൾ അനുകൂലമെന്ന് വിചാരിച്ചവരെല്ലാം അപ്പോൾ അകന്നു വരും. വിശുദ്ധനായ യോസഫിൻ്റെ യൗവനത്തിൽ ദൈവം കൊടുത്ത ദർശനം നിവൃത്തിയാകുവാൻ സമയമായി എന്ന് മനസ്സിലാക്കിയ സാത്താൻ അപവാദത്തിൽ പ്രത്യക്ഷമായി തെളിവുകളോടുകൂടി പിടിച്ച് ജയിലിലടച്ചു. നിരപരാധിയായ യോസഫിനോട് കരുണ കാണിപ്പാൻ ജയിൽ പ്രമാണിയിൽ ദൈവം ഇടപെട്ടു. ഇനി നീ നക്ഷത്രം കാണുകയില്ല എന്ന് പിശാച് വാദിച്ചു. എന്നാൽ അവൻ 80 വർഷം നക്ഷത്രങ്ങളെപ്പോലെ ശോഭിച്ചു. തൻ്റെ പരമാർത്ഥത തെളിയിക്കുവാൻ ഒരു വ്യക്തി പോലും അനുകൂലമായി അന്നുണ്ടായിരുന്നില്ല. എന്നാൽ സർവശക്തൻ അവൻ്റെ പ്രശ്നത്തിന് മുമ്പിൽ ഇടനിന്നു. കാലഘട്ടം അവൻ ആരെന്ന് തെളിയിച്ചു. ഉൾഞ്ഞരക്കവും മനോവ്യഥയും നിമിത്തം നീറുന്ന വ്യക്തിയാണോ താങ്കൾ? ഉയരത്തിലെ ജാമ്യക്കാരൻ ഇന്നും ജീവിക്കുന്നു. ആ ഉന്നതൻ കൈവിടാത്തവൻ,
ആ മധ്യസ്ഥൻ നിനക്ക് ഇടനിൽക്കുവാൻ മതിയായവൻ. നിന്റെ ഏത് പ്രശ്നത്തിൻ്റെയും നടുവിൽ യേശു ഇടനിൽക്കും. ജീവിതത്തെ അനുദിനം കൈപ്പാക്കിലും ഉണ്ടല്ലോ കർത്തൻ ദിനവും പ്രതിടാ. നീ യേശുവിന് വേണ്ടി ജീവിക്കുവാനാണ് അവൻ നിനക്ക് വേണ്ടി മരിച്ചത്. ഒരുവനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, സഹായിക്കുന്നതിനു വേണ്ടിയും ഇറങ്ങി വരുന്നതിന് ഒരു പരിധിയുണ്ട്. മനുഷ്യബന്ധം ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നതും ഇവിടം കൊണ്ട് അവസാനിക്കുന്നതുമാണ്. കരച്ചിലോടുകൂടി പിറക്കുകയും വിലാപത്തോടെ യാത്ര അയക്കുകയും ചെയ്യുന്നതാണ് ഈ ലോകത്തിലെ ബന്ധങ്ങൾ. ഏതൊരു വ്യക്തിയും തൻ്റെ സ്ഥാനത്ത് നിന്ന് സഹായിപ്പാനും രക്ഷിപ്പാനും തയ്യാറാകും. ഏതുന്നതൻ്റെയും പദവിയും കസേരയും താൽക്കാലികമാണ്. എന്നാൽ ക്രിസ്തു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവാണ്. അവൻ സൃഷ്ടിയുടെ പാദം കഴുകി ആ പരിശുദ്ധൻ നാം ജീവിക്കേണ്ടതിനു വേണ്ടി മരിച്ചു. ഈ ലോകം അവൻ്റെ പ്രാണന് വെച്ച വില 30 വെള്ളിക്കാശായിരുന്നു. എന്നാൽ അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വിട്ടപ്പോൾ പ്രകൃതി പോലും വിറച്ചുകൊണ്ട് വിലാപഗീതം പാടി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ദേശത്ത് കൂരിരുട്ടുണ്ടായി. ദൈവാലയത്തിലെ തിരിശീല മുകൾ തൊട്ടടിയോളം 2ആയി ചേന്തിപ്പോയി. പകൽ വാഴുവാൻ ദൈവം സൃഷ്ടിച്ച സൂര്യൻ പോലും ഇരുട്ടെന്ന വസ്ത്രം മുഖത്തിട്ട് വിലാപഗീതം പാടി. സകലത്തിൻ്റെയും കാരണഭൂതനായ ക്രിസ്തു യേശുവിന് പിറന്നു വീഴുവാൻ ഒരിടം കിട്ടിയില്ല. അവനെ തിരിച്ചറിയാതിരുന്ന ലോകം അവനെ കിടത്തുവാൻ സ്ഥലം കൊടുത്തത് വഴിയമ്പലത്തിലാണ്. എന്നാൽ ആ ശിശുവിനെ വണങ്ങുവാൻ വന്നവർ ശാസ്ത്രജ്ഞന്മാരായിരുന്നു. കാരണം അവൻ അത്ഭുതമന്ത്രിയും വീരനാം ദൈവവും നിത്യപിതാവും സമാധാനത്തിൻ്റെ പ്രഭുവുമാണ്. അവൻ രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമമാണ്. എല്ലാ നാമത്തിലും മേലായ നാമമാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത ദൈവം. സകല മനുഷ്യർക്കും ഉദിച്ച രക്ഷാകരമായ ദൈവകൃപയാണവൻ. സത്യദൈവവും നിത്യജീവനുമാണവൻ. ഭൂമിയെ ന്യായം വിധിക്കുന്നവൻ, മാനവജാതിയുടെ വീണ്ടെടുപ്പുകാരൻ. അതെ, ആ ബോധ്യം താങ്കളിൽ ആഴ്ന്നിറങ്ങുമ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വരേണ്ട ആത്മദാഹം ഇതായിരിക്കട്ടെ: അതെ, എനിക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞു മരിച്ച ആ യേശുവിന് വേണ്ടി ഞാൻ ഇന്നു മുതൽ ജീവിക്കും. യേശുവിന് നിങ്ങളെ മടക്കി വരുത്തുവാൻ കഴിയും. കൃപയുടെ തീനാളമായി ശോഭിച്ച പലരും കെട്ടണഞ്ഞ് കരിന്തിരിയായി ക്ഷീണിച്ച് തളർന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഉത്കണ്ഠയുടെ ഉള്ളിൽ കഴിയുന്നത് കാണാം. അപ്രതീക്ഷിതമായ ആത്മീയ വീഴ്ചയിൽ ഹൃദയത്തിലുണ്ടായ മുറിവുകൾ വ്രണങ്ങളായി സ്വവ്യക്തിത്വത്തോടും പാപം ചെയ്തവരോടും ദൈവത്തോടും മനസ്സാക്ഷിയുടെ അസ്ത്രങ്ങളാൽ ഹൃദയത്തിന് മുറിവേറ്റ് ഒതുങ്ങിപ്പോകുന്നവരും അനേകർ. ദ്രവ്യാഗ്രഹം, സ്ഥാനമോഹം, ജഡമോഹം എന്നിവയാൽ പരീക്ഷിക്കപ്പെട്ട് പരാജയപ്പെട്ടവരും ദൈവിക വിലക്കുകളെ അവഗണിച്ചവരും സ്വവർഗഭോഗത്തിലും സ്വയഭോഗത്തിലും ഭ്രൂണഹത്യയിലും ജീവിത പങ്കാളിയോടുള്ള അവിശ്വസ്തതയിലും പരസ്ത്രീ ബന്ധത്തിലും ഇങ്ങനെ പിശാചിനാൽ പാപത്തിൻ്റെ പ്രേരക ശക്തിയാൽ സ്വശക്തിയുടെ വടംവലിയിൽ പരാജയപ്പെട്ട് പാപശക്തി പേരുദോഷം നൽകി ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാതവണ്ണം ദൈവത്തിൻ്റെയും പിശാചിൻ്റെയും മനുഷ്യൻ്റെയും അടിയേറ്റ് കിടക്കുന്ന വ്യക്തിയാണോ താങ്കൾ? താങ്കളുടെ ജീവിതം ദൈവകരങ്ങളിൽ ഒരു നവപാത്രമായി മെനഞ്ഞെടുക്കുവാൻ വിട്ടുകൊടുക്കൂ. അവൻ്റെ പക്കൽ താങ്കൾക്ക് വേണ്ടി ഒരു പുതിയ രൂപമുണ്ട്, ഒരു പുതിയ ജീവിതമുണ്ട്, ഒരു പുതിയ ശുശ്രൂഷയുണ്ട്, ഒരു പുതിയ സാക്ഷ്യമുണ്ട്, ഒരു പുതിയ നന്മയുണ്ട്. ആശയ്ക്ക് വഴിയും പ്രത്യാശയ്ക്ക് ഇടവുമുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് മുടിയൻ പുത്രനെ പോലെ മടങ്ങി വരണം. ചുങ്കക്കാരനെ പോലെ മാറത്തടിക്കണം. പാപിനിയായ സ്ത്രീയെപ്പോലെ പാദത്തിൽ വീണ് കരയണം. സക്കായിയെപ്പോലെ മടക്കി കൊടുക്കണം. പത്രോസിനെ പോലെ തിരിച്ചെടുത്തതിനെ ഉപേക്ഷിച്ച് ദൗത്യത്തിൽ പങ്കുചേരണം. താങ്കൾ ജീവിക്കുന്നത് കൊണ്ട് മടങ്ങി വരുവാൻ അവസരമുണ്ട്. ഇസ്രായേൽ ദൈവത്തിൻ്റെ വഴിവിട്ടു. അടികൊണ്ടപ്പോൾ അവർ മടങ്ങി വന്നു. ഇപ്പോൾ താങ്കളുടെ സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, പാപത്തിന് പ്രേരണ നൽകിയ സാഹചര്യവും പശ്ചാത്തലവും ഗൗരവമായി കണക്കിലെടുത്ത് ചെറിയ തെറ്റിന് വലിയ ശിക്ഷ എന്ന മുൻകരുതലോടെ ദൈവത്തിൻ്റെ പാദത്തിലേക്ക് വീഴൂ. അവൻ വീണവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. തീർച്ചയായും താങ്കൾ പാപത്തിൽ തുടരുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. യേശു താങ്കളുടെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവന് താങ്കളെ മടക്കി വരുത്തുവാൻ കഴിയും. 490 പ്രാവശ്യം ക്ഷമിക്കുവാൻ പഠിപ്പിച്ച യേശുവിൻ്റെ അരികിൽ താങ്കൾ അനുതാപത്തോടെ ഓടിയടുക്കൂ. ആ മഹാകരങ്ങൾ താങ്കളുടെ മടങ്ങിവരവിന് വേണ്ടി കൈനീട്ടിയിരിക്കുന്നു. ആത്മശക്തിയാലെ നിറയാ ഉന്നതവരങ്ങൾ പ്രാപിക്കാം. ആത്മദാഹമുള്ളവരായി ആത്മഭാരമുള്ളവരായി കൊയ്ത്തിനായി വേഗമിറങ്ങും.
യേശു സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. നൈമിഷികമായ ആസ്വാദനവും തൃപ്തിയുമാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ കൂർമ്മനിയിലെ ലക്ഷ്യം. അതിൽ വർഗം, വർണ്ണം, കുലം, തൊഴിൽ, ഓജസ്, അഭിമാനം, പിടിപാട്, അംഗീകാരം, കീർത്തി, പാരമ്പര്യം, കഴിവ്, ഭംഗി, സൗന്ദര്യം, ഇമ്പം, ചേർച്ച, മാന്യത, യോഗ്യത, ഊനമില്ലായ്മ, ഈ മാനദണ്ഡങ്ങൾ നിറഞ്ഞതാണ്. ഇതത്രേ ലോകസ്നേഹം. എന്നാൽ ഏത് ഊനമുള്ളവനെയും അംഗഹീനനെയും നിറമില്ലാത്തവനെയും കൈവിടപ്പെട്ടവനെയും സ്വബോധമില്ലാത്തവനെയും മാനസിക രോഗിയെയും സ്ഥിരതയില്ലാത്തവനെയും ലോകമറിയാത്തവനെയും ഭാവിയില്ലെന്ന് തോന്നുന്നവനെയും സ്നേഹത്തിൻ്റെ രുചി അറിയാത്തവനെയും ആശ്വാസത്തിൻ്റെ ശബ്ദം കേൾക്കാത്തവനെയും വളർച്ചയില്ലാത്തവനെയും അന്ധനെയും ചെകിടനെയും വിക്കനെയും ഊമനെയും തടിച്ച നാവുള്ളവനെയും വേണ്ടാതെ എറിഞ്ഞുകളഞ്ഞ നവജാത ശിശുവിനെയും സ്നേഹിക്കുന്ന ഒരുവൻ മാത്രം, അതേ യേശുക്രിസ്തു മാത്രം. ഓ, ആ സ്നേഹത്തിൻ്റെ നീളം സ്വർഗത്തിൽ നിന്നും ഭൂമിയോളം ദൈർഘ്യമുള്ളത്, ആഴിയുടെ ഉള്ളിൽ നിന്ന് ശക്തിയോടെ പുറപ്പെട്ടു വരുന്ന ഉറവയ്ക്ക് തുല്യം. ഉറ്റവരും പെറ്റവരും ഉറ്റമിത്രങ്ങളും കൈവിടുമ്പോഴും ആ കരുണാസാഗരത്തിൻ്റെ സ്വാന്തനം നിറഞ്ഞ സ്പർശനം വിശുദ്ധ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഭയം കൂടാതെ കൊണ്ടുപോകും. ഒരിക്കലും വഞ്ചിക്കാത്ത ആ സ്നേഹം ഒരു യുഗത്തിലും അവസാനിക്കാതെ നിത്യ തേജസ്സായി തുടരും. ലോകത്തിൻ്റെ വെളിച്ചമായി യേശു സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. അതെ, യേശു സ്നേഹിച്ചതുപോലെ ആരും ഒരു നാളും സ്നേഹിക്കുവാൻ കഴിയുകയുമില്ല. യേശു നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. സ്വജീവിതം തൃപ്തികരമല്ലെന്ന് തോന്നി ജീവിതം മടുത്തു കഴിയുമ്പോഴാണ് ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന തോന്നലുണ്ടാകുന്നത്. അർത്ഥമില്ലാത്ത ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? തൃപ്തിയില്ലാത്ത മനസ്സിൽ തോരാത്ത തേങ്ങലുകൾ, ആർദ്രതയും കനിവും അറ്റുപോകുന്ന മനോഭാവം, ഓരോ ഏങ്ങലിലും കാട് കയറി വരുന്ന ചിന്തകൾ. ഇത്തരുണത്തിൽ മനുഷ്യൻ്റെ ജീവിതം ഒരു ശ്വാസത്തിൻ്റെ വരികൾ എഴുതി അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. തിങ്ങിവിങ്ങുന്ന നൊമ്പരങ്ങൾ പങ്കുവയ്ക്കുവാൻ വിശ്വസ്ത ഹൃദയങ്ങളെ ലഭിക്കാത്ത ഈ ലോകത്തിൽ ഉള്ളിൽ വെന്തുനീറി അഗ്നിപർവ്വതം പോലെ പുകഞ്ഞ് ആരോരും അറിയാത്ത സന്ദർഭത്തിൽ ജീവിതം പൊട്ടിത്തെറിച്ച് അവസാനിക്കുന്നു. ആത്മഹത്യ ഒളിച്ചോട്ടമാണ്. ഒരിക്കലും അത് പ്രശ്നപരിഹാരമല്ല. യേശു ജീവിതം മടുത്തു മരിച്ചവനല്ല. നാം ജീവിക്കുവാൻ വേണ്ടിയാണ് യേശു മരിച്ചത്. രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നതെന്ന് തിരുവെഴുത്തിൽ കാണുന്നു. തൻ്റെ ചങ്കിലെ ഒടുവിലത്തെ തുള്ളി രക്തം വരെ ആ നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്നും ലോകത്തിനു വേണ്ടി വാർന്നൊഴുവാൻ അനുവദിച്ചു. യെരുശലേമിൽ യഹൂദന്മാർ കൊന്ന യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് താങ്കൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. സൂര്യൻ ഉദിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയാണ്. നീതിസൂര്യനായ യേശുവിൻ്റെ തേജസ് താങ്കളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുമ്പോൾ അറിയാതെ ഇങ്ങനെ പറയും, യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. യേശു മരിച്ചത് താങ്കൾക്ക് വേണ്ടിയാണ്. നീ യേശുവിന് വേണ്ടി ജീവിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം അവങ്കിൽ നിന്ന് ലഭിക്കും. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇവ മൂന്നും ജീവനുള്ളിടത്തോളം ജീവിക്കുവാൻ ആവശ്യമാണ്. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും? കുരുകിലിനെയും പറവയും താമരയും സാക്ഷി നിർത്തി ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ദാഹജലത്തിനും യേശു ഉറപ്പുകൊടുത്തു. സ്നേഹിക്കുന്ന പിതാവിനോട് മകൻ അപ്പവും മീനും മുട്ടയും ആവശ്യപ്പെട്ടാൽ പാമ്പിനെയും കല്ലിനെയും തേളിനെയും കൊടുക്കുകയില്ലെന്ന് ഉപമയോടെ ഉദ്ധരിച്ചതിനാൽ പോഷകാംശമടങ്ങിയ ആഹാരം മനുഷ്യന് ആവശ്യമാണെന്ന് യേശു ഉറപ്പു തന്നിരിക്കുന്നു. ഇങ്ങനെ ലൗകിക ജീവിതത്തിലെ ആവശ്യങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നവനാണ് യേശു. ഇല്ലായ്മയിൽ അടുത്തു ചെല്ലുന്നു, സമൃദ്ധിയിൽ പറഞ്ഞുവിടുന്നു. ഒഴിഞ്ഞ കൈയോടെ ചെല്ലുന്നു, നിറഞ്ഞ കൈയോടെ മടക്കി അയക്കുന്നു. ക്ഷീണിച്ചും തളർന്നും ചെല്ലുന്നു, അവൻ തൃപ്തി വരുത്തി വിടുന്നു. കട്ടിലിൽ ചുമന്നുകൊണ്ട് ചെല്ലുന്നു, രോഗി കിടക്കിയെടുത്ത് മടങ്ങിപ്പോകുന്നു. വൈദ്യന്മാർ കൈയൊഴിയുന്നു, യേശുവിൻ്റെ കരം ജീവിപ്പിക്കുന്നു. അന്ത്യനിമിഷത്തിൻ്റെ വിധി വൈദ്യന്മാർ എഴുതുന്നു, അവനോ ദീർഘായുസ് നൽകുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നുള്ള ആ വലിയ വാക്തത്വം നല്ല ഇടയനായ യേശുവിന് വിധേയപ്പെട്ടു പോകുന്ന സകല കുഞ്ഞാടുകൾക്കുമുള്ളതാണ്. ഈ യേശുവിൻ്റെ പ്രത്യേകത നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നിറയ്ക്കുവാൻ ശക്തിയുള്ളവനാണ്. ആകയാൽ നീ യേശുവിന് വേണ്ടി ജീവിക്കൂ. നിനക്ക് വേണ്ടതെല്ലാം അവങ്കിൽ നിന്ന് ലഭിക്കും, കൂടാതെ നിത്യജീവനെയും. ഭക്തർക്കൊരുക്കുന്ന വലിയ നന്മ, ഗുപ്തമായുള്ള വലിയ നന്മ,
ഗുപ്തമായുള്ള വലിയ നന്മ കണ്ണു കണ്ടിട്ടില്ലാരും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും അറിയില്ല. കണ്ണു കണ്ടിട്ടില്ലാരും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും അറിയില്ല. യേശു തരുന്ന സമാധാനം നിത്യമാണ്. അതെടുത്തു കളയുവാൻ ആർക്കും കഴിയുകയില്ല. നിലനിൽപ്പില്ലാത്ത ഈ ലോകത്തിൽ നിന്നും സമാധാനത്തിൻ്റെ പേരിൽ ലഭിക്കുന്നതെല്ലാം അല്പനേരത്തേക്ക് മാത്രം. സമാധാനത്തിനായി വില കൊടുത്ത് വാങ്ങുന്നത് പലതിലും ഒളിഞ്ഞിരിക്കുന്നത് അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമാണ്. ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനം സന്തോഷത്തിൻ്റെ പുറംകവറിൽ വരുന്നതും വേദനയുടെ പെട്ടിയിൽ മറയുന്നതുമാണ്. സമാധാനത്തിൻ്റെ പേരിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കർണവർണ്ണ കാഴ്ചകളും ഇമ്പശബ്ദങ്ങളും ക്ഷണനേരത്തേക്ക് മാത്രം. വസ്ത്രത്തിനോ ചലച്ചിത്രങ്ങൾക്കോ മദ്യത്തിനോ ലഹരി വിനോദങ്ങൾക്കോ ദുർമാർഗശാലയ്ക്കോ മറ്റ് യാതൊന്നിനും ഒരു ഹൃദയം ദാഹിക്കുന്ന സമാധാനത്തിൻ്റെ അളവ് ദർശിക്കാനോ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുവാനോ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ സൃഷ്ടാവിനോ നമ്മുടെ ഹൃദയത്തിൻ്റെ അറയിലെ ശൂന്യത തിരിച്ചറിയാൻ കഴിയും. സമാധാനത്തിന് വില കൊടുത്ത് മനുഷ്യൻ അസ്വസ്ഥനായി വിഷണ്ണ മനസ്സോടെ തളർന്നു വീഴുമ്പോൾ ക്രൂശിതനായ ക്രിസ്തു ആർക്കും ഒരു നാളും എടുത്തു കളയാൻ കഴിയാത്ത നിത്യസമാധാനം സൗജന്യമായി നൽകി എഴുന്നേൽപ്പിക്കുന്നു. ആ നിത്യസമാധാനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നതോ നിത്യസന്തോഷവും നിത്യജീവനുമാണ്. അതെ, യേശു തരുന്ന സമാധാനം നിത്യമാണ്. അതെടുത്തു കളയുവാൻ ആർക്കും ഒരു നാളും കഴിയുകയില്ല. യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം ക്രൂശിലെ കാണാൻ കഴിയും. മനുഷ്യൻ്റെ സഹനത്തിനും സഹിഷ്ണുതയ്ക്കും പരിധിയുണ്ട്. ക്ഷമയ്ക്കും ദീർഘക്ഷമയ്ക്കും ഒരു പരിമിതിയുണ്ട്. സഹിപ്പാനും വഹിപ്പാനും ഒരളവുണ്ട്. പൊറുക്കാനും മറക്കാനും അതിരുണ്ട്. വഹിപ്പാനും സഹിപ്പാനും ഇത്രേ കഴിയൂ എന്നൊരു വയ്പുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ ഈ മാനദണ്ഡങ്ങളുടെ സകല വേലികളും പൊളിച്ച് ഒരു ഭ്രാന്തനെ പോലെ മനുഷ്യൻ പുറത്തു ചാടും. അണപൊട്ടി ഒഴുകുന്ന കോപവും രക്തം ചൊരിയാൻ ദാഹിക്കുന്ന മനസ്സും ഏതു മനുഷ്യനെയും ആരെന്ന നിലവാരത്തെ മറന്ന് എന്തും ചെയ്യുവാൻ പ്രേരണ നൽകുമ്പോൾ ആ ക്രൂശിലേക്ക് നോക്കൂ. പതിനായിരങ്ങളിൽ സുന്ദരനായി യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവനെ പീഡിപ്പിച്ചു. ഉഴവുചാലുകളെപ്പോലെ ആ മേനി അടിച്ചു കീറി. പാപം ചെയ്യാത്ത ആ പാദത്തിൽ ഏറ്റവും വലിയ ആണി അടിച്ചു. ജനലക്ഷങ്ങൾക്ക് തൃപ്തി നൽകിയ ആ കരങ്ങളെ ക്രൂശിച്ചു. ലോകം ആർക്കും കൊടുത്തിട്ടില്ലാത്തതും മേലാൽ കൊടുക്കാത്തതുമായ മുൾക്കിരീടം ആ പരിശുദ്ധന് നൽകി. പാപത്തിൻ്റെ അംശമില്ലാത്ത അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി. ജീവൻ പോയിട്ടും വെറുതെ വിടാഞ്ഞ ഭ്രാന്തൻ ലോകം കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി. ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ ക്രിസ്തു വേദനയുടെ കഠിനതയിൽ പിടഞ്ഞപ്പോഴും തലങ്ങും വിലങ്ങും കരുണ കൂടാതെ പീഡിപ്പിച്ചവരുടെ മേൽ തെറിച്ചു വീണ തൻ്റെ രക്തം നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നതെന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതെ, യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം ആ ക്രൂശിലെ കാണാൻ കഴിയും. ലോകമേതും യോഗ്യമല്ലല്ലോ ഭക്തർക്കീ ഭുവതിൽ പാർപ്പാൻ. പാപം പെരുകിടുന്നേ, ശാപം പെരുകിടുന്നേ, ദൈവത്തെ മറന്നു ജനം ഓടിയിടുന്നേ. ലോകം നിന്നെ തള്ളുമ്പോൾ നീ വീഴുന്നത് യേശുവിൻ്റെ കരത്തിലാണ്. സ്വാധീനവും പ്രശസ്തിയും അംഗീകാരവും പദവിയും അലങ്കരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പേരിൽ ബന്ധത്തിൻ്റെ അകൽച്ചയുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ പേരിൽ അഭിമാനിക്കുന്നതിന് അനേകരും അഭികാമ്യരാണ്. എന്നാൽ അപ്രതീക്ഷിത കൊടുങ്കാറ്റിൽ അലങ്കരിക്കപ്പെട്ട അഭിമാന മണ്ഡലങ്ങൾ കൈവിടപ്പെട്ട് നിസ്സഹായ അവസ്ഥയിലെത്തുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ട് നൊമ്പരത്തിൽ ആശ്വസിക്കാൻ ഇടം തേടുമ്പോൾ, നന്മ അനുഭവിച്ചവർ തിന്മയുടെ വാക്കുരുവിട്ടകലുമ്പോൾ, ഏകാന്ത നിശയുടെ നിശബ്ദ മൂകതകൾ നിരാശയുടെ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ, ധനമെവിടെ, മാനമെവിടെ, ജ്ഞാനമെവിടെ, ഇളം കുളിരിൽ വളർന്ന നിറമുള്ള മേനി രോഗത്തിന് വഴിമാറുമ്പോൾ, കണ്ടുപിടുത്തങ്ങൾ കൈമലർത്തുമ്പോൾ, ഉറ്റവർ അവഗണിക്കുമ്പോൾ, പെറ്റവർ മറക്കുമ്പോൾ, പിറന്നു വീണ നാടിനും വീടിനും ശാപമായി സംസാര വിഷയമായി മാറുമ്പോൾ, സ്വയം വെറുത്തും സ്വയം ശപിച്ചും നിമിഷങ്ങൾ തള്ളി നീക്കുമ്പോൾ, ഇവയെല്ലാം അനുഭവിച്ച് കടന്നുപോയ ക്രിസ്തു തള്ളപ്പെട്ടവരെ കൈക്കൊള്ളുവാൻ, ആലിംഗനം ചെയ്ത് മാറിലണയ്ക്കുവാൻ,
ആശ്ലേഷിച്ചുമ്മ വയ്ക്കുവാൻ എനിക്കാരുമില്ലല്ലോ എന്ന് വിങ്ങിയേങ്ങി വീഴുന്ന നിന്നെ കൈകളിൽ വഹിപ്പാൻ നിന്റെ നൊമ്പരത്തിൻ്റെ തുടക്കത്തിലേ അവനെത്തിയിരിക്കുന്നു. അതെ, ലോകം നിന്നെ തള്ളുമ്പോൾ നീ വീഴുന്നത് യേശുവിൻ്റെ സുരക്ഷിത കരത്തിലാണ്. ആധിയും വ്യാധിയുമല്ലലുമല്ലാതെന്തുണ്ട് ഈ ഭൂവിൽ, വല്ലാത്ത കഷ്ടവും ദുഃഖവുമല്ലാതെന്തുണ്ട് ഈ ഭൂവിൽ, വല്ലാത്ത കഷ്ടവും ദുഃഖവുമല്ലാതെന്തുണ്ട് ഈ ഭൂവിൽ. വേല തികച്ചെന്റെ വിശ്രമ നാട്ടിലെന്നു വന്നിടും, അന്യദേശമാം ഭൂവിലെ വാസമെന്നു തീർന്നിടും. നിന്റെ തകർച്ചയെ യേശു ഉയർച്ചയാക്കി മാറ്റും. പ്രകൃതിക്ഷോഭത്തിലും അപ്രതീക്ഷിത ദുരന്തത്തിലും അറിയാതെ അകപ്പെട്ട് ജീവിതം ആടി ഉലഞ്ഞ് അസ്തമിച്ചു എന്ന് നാം ചിന്തിക്കുമ്പോഴും പെരുങ്കാറ്റിലും കൊടുങ്കാറ്റിലും ദൈവത്തിന് വഴിയുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വെറുങ്കയോടെ തീരത്ത് വന്ന പത്രോസിനോട് യേശു പറഞ്ഞത് വലിയ മീൻപിടുത്തത്തിന് ആഴത്തിലേക്ക് വലയിറക്കുവാനാണ്. വാക്കിൽ വല നിറച്ചവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ പത്രോസ് പടകും വലയും വിട്ടു. പിന്നീട് കരം കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോൾ ആഴിയുടെ അടിയിൽ ചതുർദ്രമ പണവുമായി ഓടി നടക്കുന്ന മത്സ്യത്തെ പിടിപ്പാൻ യേശു കൽപ്പിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ അസാന്നിധ്യം പഴയ പടകും വലയും വീണ്ടും എടുക്കുവാൻ പത്രോസിന് പ്രേരണ നൽകി. തൻ്റെ ആദ്യ ദിനങ്ങളെ അയവിറക്കുന്ന അനുഭവമാണ് അവിടെയും നാം കാണുന്നത്. ആ രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചു. അവർക്ക് കിട്ടിയതോ ഒഴിഞ്ഞ വലയും ഒട്ടിയ വയറും കുളിരുന്ന ശരീരവും മാത്രം. കുളിരുന്ന ശരീരത്തിന് കനലും വിശന്ന വയറിന് ഭക്ഷണവും ഒരുക്കി കരയിൽ നിന്ന് യേശു വിളിച്ചു, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. യേശുവിൻ്റെ അസാന്നിധ്യം അവരെ ഒഴിഞ്ഞവരാക്കി, യേശുവിൻ്റെ സാന്നിധ്യം അവരെ നിറഞ്ഞവരാക്കി. ക്രിസ്തുവിൽ അനുഭവം പ്രാപിച്ച പത്രോസ് ഇങ്ങനെ എഴുതി, യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ഇന്നയുടെ നിങ്ങളുടെ തകർച്ചകൾ യേശു 100 മടങ്ങ് ഉയർച്ചയാക്കി മാറ്റും. ഇട്ടുകൊള്ളുക നിന്റെ ഭാരങ്ങൾ മുഴുവൻ നിത്യം പുലർത്താൻ കഴിയുന്നോനിൽ. നീ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഉടമകൾ അടിമകളെ വിലയ്ക്ക് വാങ്ങുന്നത് ധനം കൊണ്ടാണ്. വിപണിയിൽ ലഭ്യമാകുന്നത് എന്തും പണം കൊണ്ട് വാങ്ങാം. എന്നാൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ആടുകളെപ്പോലെ തെറ്റിപ്പോയി നമ്മെ വീണ്ടെടുക്കുവാൻ നൽകിയ വില യേശുവിൻ്റെ രക്തമാണ്. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തം ജഡികശുദ്ധി വരുത്തിയപ്പോൾ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ് നമുക്ക് മറുവിലയായി തീർന്നത്. ഈ രക്തം ഒരിക്കൽ ചൊരിഞ്ഞതും മാനവകുലത്തിന് നിത്യ വീണ്ടെടുപ്പിനു വേണ്ടി പരിഹാരമായി തീർന്നതുമാണ്. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത ഓരോ വ്യക്തിയിലും നിത്യനാശത്തിൻ്റെ സംഹാരകൻ തൊടാതവണ്ണം ദൈവകുഞ്ഞാടിൻ്റെ രക്തം അടയാളമായി ഇട്ടിരിക്കുന്നു. അധർമ്മികളായ നമ്മെ യേശുവിൻ്റെ രക്തമാണ് യഥാർത്ഥ ജീവിതത്തിൻ്റെ ഉടമകളാക്കി തീർത്തത്. യേശുവിൻ്റെ രക്തത്തിന് ഇന്നും ജീവനുണ്ട്. അവൻ കാൽവരിയിൽ മരിച്ചവൻ, എന്നാൽ കല്ലറയിൽ ഒതുങ്ങാഞ്ഞവൻ. ആ രക്തത്തിൻ്റെ വിലയാണ് അവൻ്റെ മക്കളായി തീർന്ന നാം ഓരോരുത്തരും. അതെ, നാം ഏവരും യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. യേശു മരിക്കാൻ കാരണം നിന്റെ പാപമാണ്. തെറ്റിന് ശിക്ഷയുണ്ട്. പിടിക്കപ്പെട്ട തെറ്റുകാർ മാത്രമാണ് ജയിലിലുള്ളത്. പിടിക്കപ്പെടാത്ത സകല തെറ്റുകാരും മനസാക്ഷിയുടെ ജയിലറകളിൽ ദൈവത്തിൻ്റെ നീതിയുള്ള പൂട്ടിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മനസ്സ വാച കർമ്മണ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ ഓരോരുത്തരിലും അകൃത്യഭാരമായിത്തീരുന്നു. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം ലഭിക്കാത്തതുകൊണ്ട് മനുഷ്യർ അധിക ദോഷം ചെയ്യുവാൻ പ്രേരിതരാകുന്നു. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി യേശു ക്രൂശിക്കപ്പെട്ടു. അവൻ ചുമന്ന കുരിശും വഹിച്ച ശാപവും സഹിച്ച വേദനയും താങ്കളുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ്. എൻ്റെ പാപത്തിനായി മരിച്ചെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് താങ്കൾ ചോദിച്ചേക്കാം. അതെ, നാം ജനിക്കുന്നതിന് മുമ്പ് നാം പിറന്നു വീണ രാജ്യത്ത് നമുക്കായി ഒരു നിയമം എഴുതി വച്ചിരുന്നു. നാം അറിഞ്ഞില്ലെങ്കിലും നാം അതിന് വിധേയരാണ്. ഇതുപോലെ ക്രിസ്തുവും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി നാം ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു. നമ്മുടെ പാപം യേശുവിനെ ക്രൂശിച്ചു. വിശ്വസിക്കുന്നവർക്ക് അവനാൽ പാപക്ഷമ ലഭിക്കുന്നു. അതെ, യേശു മരിക്കാൻ കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പാപമാണ്. നിന്നെക്കുറിച്ച് യേശുവിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് മറവായിരിക്കാം. എന്നാൽ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവ പദ്ധതിയുടെ ചുരുൾ തെളിവായി വെളിപ്പെട്ടു വരും.
അതിനു മുഖാന്തരം കഷ്ടങ്ങളോ നഷ്ടങ്ങളോ അപകടങ്ങളോ രോഗങ്ങളോ വേർപാടോ ദുഃഖമോ സങ്കടങ്ങളോ ആരോഗ്യപ്രശ്നമോ ജോലി നഷ്ടമോ ഭവനനഷ്ടമോ അറ്റുപോകുന്ന ബന്ധങ്ങളോ മറന്നുപോകുന്ന സ്നേഹിതരോ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളോ വിരൂപമുഖമോ ഇങ്ങനെ ഏതുമാകാം. മോശ കൊട്ടാരത്തിൽ നിന്ന് ഓടിയതുകൊണ്ടാണ് മരുഭൂമിയിലെ ആട്ടിടയനായി മാറിയത്. അവിടെ വെച്ചാണ് താൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്ന് മനസ്സിലായത്. കഴിവില്ലാത്ത ദാവീദിനെ ശൗലിൻ്റെ പട്ടാളത്തിലെടുത്തില്ല. അവൻ്റെ അപ്പൻ ആടിനെ മേയ്ക്കുവാൻ കാട്ടിലയച്ചു. ദൈവം അവനെ അഭിഷേകം ചെയ്ത് രാജ്യം ഭരിക്കാൻ നാട്ടിലയച്ചു. ദക്കപ്പൊലി നാട്ടുകാരൻ അശുദ്ധാത്മാവ് ബാധിച്ച് ഗദരദേശത്ത് ചങ്ങലയിട്ട് കിടന്നു. എന്നാൽ യേശു അവനെ തൻ്റെ സുവിശേഷകനാക്കി മാറ്റി. ഇങ്ങനെ വർണ്ണിക്കാൻ കഴിയാത്ത വിധം ജനകോടികൾക്ക് ഭാവി നൽകിയ ക്രിസ്തുവിന് താങ്കളെക്കുറിച്ചും ഒരു ശ്രേഷ്ഠ പദ്ധതിയുണ്ട്. അധൈര്യപ്പെടേണ്ട, നിന്നെക്കുറിച്ച് യേശുവിനൊരു ശ്രേഷ്ഠ പദ്ധതിയുണ്ട്. നിനക്ക് വേണ്ടതെല്ലാം യേശുവിൻ്റെ ഭണ്ഡാരത്തിലുണ്ട്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതെയിരിക്കുമോ? ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, യേശുവിൻ്റെ അരികിൽ വന്നിട്ടുള്ളവർക്കാർക്കും ഒരു വഴിയില്ലാതെ പോയിട്ടില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്തവൻ കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം നൽകുന്നു. ഏലിയാവിൻ്റെ കാലത്ത് ക്ഷാമത്താൽ ജനം പട്ടിണിയിലായി. എന്നാൽ കെരീത്തിൽ ദൈവം കാക്കയാൽ ഏലിയാവിനെ പോറ്റി. മനുഷ്യകരങ്ങൾ നിലച്ചപ്പോൾ മരുഭൂമിയിൽ ദൈവം ദൂതനാൽ അട നൽകി പുലർത്തി. അവൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. ഒരിക്കലും കാലിയാകാത്ത ഒരു കലവറയുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ ഭണ്ഡാരം മാത്രം. അതുകൊണ്ട് നിനക്ക് വേണ്ടതെല്ലാം യേശുവിൻ്റെ ഭണ്ഡാരത്തിലുണ്ട്. വിശ്വാസത്തിൻ്റെ താക്കോൽ കൊണ്ട് താങ്കൾക്ക് വേണ്ടതെല്ലാം അതിൽ നിന്ന് ധൈര്യസമേതം തുറന്നെടുക്കൂ. യേശുവിൻ്റെ കൃപ നിന്നെ സൗന്ദര്യമുള്ള വ്യക്തിയാക്കും. നിന്റെ സൃഷ്ടിതാവായ ദൈവം നിന്റെ സൗന്ദര്യത്തിൽ സന്തോഷിക്കുന്നു. തുലനം ചെയ്യുന്ന സൗന്ദര്യമല്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുള്ളത്. സ്വർഗത്തിലെ ദൈവം രൂപകൽപ്പന ചെയ്ത മുഖമാണ് താങ്കളുടെ മുഖം. ആ മുഖം ദൈവത്തിന് എത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ഭൂമിയിൽ പിറന്നു വീഴുവാൻ ദൈവം താങ്കൾക്ക് അനുവാദം നൽകിയത്. ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ നിന്നെ അറിഞ്ഞു, ശുദ്ധീകരിച്ചു, പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അതെ, നാം അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ, അസ്ഥികൾ ഉരുവായപ്പോൾ, അവയവങ്ങൾ വെച്ചുപിടിപ്പിച്ചപ്പോൾ, ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് രൂപകൽപ്പന ചെയ്ത് ജീവശ്വാസം നൽകിയപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ചുമന്ന ഉദരവും പിറന്നു വീണപ്പോൾ മാത്രമാണ് കണ്ടത്. എന്നാൽ രൂപം കൊടുത്തവൻ നേരത്തെ കണ്ടു. ആ യേശുവിൻ്റെ കൃപ താങ്കൾക്ക് മതി. ആ ദൈവകൃപ താങ്കളെ സൗന്ദര്യമുള്ള വ്യക്തിയാക്കി തീർക്കും. മോശ ജനിച്ചപ്പോൾ ദിവ്യസുന്ദരനായിരുന്നു. എന്നാൽ ദൈവകൃപ അവൻ്റെ മുഖത്ത് വിളങ്ങിയപ്പോൾ അവൻ അധികം സൗന്ദര്യവാനായി മാറി. അതെ, യേശുവിൻ്റെ കൃപ താങ്കളെ സൗന്ദര്യമുള്ള വ്യക്തിയാക്കി മാറ്റും. വിഷമിക്കണ്ട, യേശു താങ്കളെ സഹായിക്കും. ആശ്രയമറ്റ് അസ്വസ്ഥത നിറഞ്ഞ് ആഴിയുടെ അടിത്തട്ടോളം എത്താറായ വ്യക്തിയാണോ താങ്കൾ? ഒട്ടും വിഷമിക്കണ്ട, യേശു താങ്കളെ സഹായിക്കും. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന കർത്താവ് താങ്കളുടെ കരം പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതേ സ്നേഹിത, താങ്കളുടെ ഭയവും ഭ്രമവും ആദ്യം യേശു മാറ്റും. പിന്നെ താങ്കളെ ശക്തീകരിക്കും. ഒടുവിൽ നിങ്ങളെ സഹായിക്കും. ഒരു ശിശു പിറന്നതുപോലെ ഇത് ഒരുമിച്ച് സംഭവിക്കും. അസ്തമിക്കാത്ത വാഗ്ദത്തം ഇതാ താങ്കൾക്ക് ദൈവം നൽകുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. മഹത്വവും അഗോചരമായ കാര്യം ഞാൻ നിന്നെ അറിയിക്കും. അടിമുടി തളർന്ന് തകിടം മറിയുന്ന താങ്കളെ താങ്ങിക്കൊണ്ട് യേശു പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. കേൾപ്പാൻ കഴിയാതവണ്ണം എൻ്റെ കാത് മന്ദമായിട്ടില്ല. ഒരിക്കലും കുറുകിപ്പോകാത്ത ആ കരങ്ങൾ താങ്കളുടെ സഹായത്തിനായി ഇതാ എഴുന്നള്ളിയിരിക്കുന്നു. ഇന്നയുടെ താങ്കളുടെ നൊമ്പരങ്ങൾ നാളെയുടെ ആർപ്പിൻ്റെ അടയാളങ്ങൾ മാത്രമാണ്. വിഷമിക്കണ്ട, യേശു താങ്കളെ സഹായിക്കും. മൃതഗണത്തിൻ ഭീതിയെ യഹോവ അയച്ചിടും. ശത്രുഗണം ചിതറിടും പല വഴിയായി. ആനന്ദഘോഷം തൻ ഭക്തർക്കു
നൽകും, വിലാപങ്ങളും നൃത്തമാക്കിടും. ആനന്ദഘോഷം തൻ ഭക്തർക്കു നൽകും, വിലാപങ്ങളും നൃത്തമാക്കിടും. ധീരരായി ഓടുവിൻ ദൈവമക്കളെ, ശക്തരായി പോരാടുവിൻ കർത്തനു വേണ്ടി. ഇവയും കഷ്ടതയെല്ലാം തീർന്നിടാറായി, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. യേശുവിന് പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ ഒരവസരം നൽകൂ. തളർന്ന മനസ്സും ക്ഷീണിച്ച ഹൃദയവും യേശുവിന് മറവല്ല. പ്രതീക്ഷയോടെ ചുവടുവെച്ചതെല്ലാം തകിടം മറിഞ്ഞ് സ്വയപരിശ്രമത്തിൻ്റെ ഫലം നഷ്ടവും പരാജയവും മാനസിക അസ്വസ്ഥതകളുമാണ്. എന്നാൽ സ്വന്തം ശക്തി കൊണ്ടും സ്വന്തം പ്രാപ്തി കൊണ്ടും പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ ഇരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇനി വരുന്ന ഏതു വിഷയത്തിനും യേശുവിൻ്റെ സഹായം ഞാൻ പൂർണ്ണമായി തേടും. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അതുകൊണ്ട് സകലത്തിനും മതിയായ യേശുവിന് പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ നമുക്ക് അവസരം നൽകാം. നിന്റെ സകല പ്രശ്നത്തിനും യേശു പരിഹാരം നൽകും. ഒരു മനുഷ്യന് ജീവിതത്തിൽ 4 വിധ പ്രശ്നങ്ങളാണുള്ളത്: ഭൗതികം, ആത്മീകം, ശാരീരികം, മാനസികം. സ്വന്തം ജനത്തിനും ബന്ധുജനത്തിനും സ്നേഹിതർക്കും ഇവയ്ക്ക് പൂർണ്ണമായ പരിഹാരം എപ്പോഴും നൽകുവാൻ കഴിയുകയില്ല. താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ അറിയാതെ അകപ്പെടുമ്പോൾ എനിക്കുണ്ട് എന്ന് അഭിമാനിക്കുന്നവരെല്ലാം ചിലപ്പോൾ കൈമലർത്തിയേക്കാം. പ്രശ്നം പരിഹരിക്കുവാനോ പങ്കുവയ്ക്കുവാനോ കഴിയാതെ ഉള്ളിഞ്ഞരങ്ങുമ്പോൾ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന വചനം സകല പ്രശ്നവും പരിഹരിക്കും എന്നുറപ്പു തരുന്നു. നിന്റെ പ്രശ്നം എനിക്ക് പരിഹരിച്ചു തരുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇട്ടുകൊള്ളുക നിന്റെ ഭാരങ്ങൾ മുഴുവൻ, നിത്യം പുലർത്താൻ കഴിയുന്നോനിൽ. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. അപ്രതീക്ഷിതമായ അസ്വസ്ഥത മനസ്സിനെ കാർന്നു തിന്നുമ്പോൾ, ഉറ്റവരും പെറ്റവരും ഉറ്റമിത്രങ്ങളും കൈവിടുമ്പോഴും നിരാശയുടെ കറുത്ത മേഘം ഉള്ളിൽ നിഴലിടുകയാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളത്രേ: ആർക്കു വേണ്ടി ജീവിക്കണം? എന്തിനു വേണ്ടി ജീവിക്കണം? സുഹൃത്തെ, യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതുകൊണ്ട് ഒരു നാളും തള്ളിക്കളയാത്ത യേശുവിന് താങ്കളെ ആവശ്യമുണ്ട്. യേശു ഒരിക്കലും നിന്നെ കൈവെടിയുകയില്ല. മനുഷ്യരുടെ സഹായത്തിന് പരിമിതികളുണ്ട്. പ്രതീക്ഷിച്ച കരങ്ങളെല്ലാം തളർന്നു പോയേക്കാം. എന്നാൽ ഒരിക്കലും കൈ കുറുകിപ്പോകാത്ത യേശു നിങ്ങളെ കൈവിടില്ല. നീ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ എന്നെ നടത്തും. മനുഷ്യകരം ക്ഷീണിച്ച് കൈവിടുമ്പോൾ സ്വർഗീയ കരം താങ്കളെ മുറുക്കി പിടിക്കും. യേശുവോട് പറ്റി നിൽക്കും തൻ വിശുദ്ധരെ, കാത്തുപാലിക്കും തൻ കൺമഴി പോലെ. നിന്റെ സകല പാപവും യേശു ക്ഷമിക്കും. ഓർമ്മയുള്ള കാലം മുതൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ ദൈവത്തിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിലുണ്ട്. സംസാരത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും വന്ന പാപങ്ങൾ അതതു നേരം ആ പുസ്തകത്തിൽ ചെന്നെത്തുന്നു. എന്നാൽ പാപിനിയായ സ്ത്രീയോട് യേശു പറഞ്ഞത്, പോക, ഇനിമേൽ പാപം ചെയ്യരുത് എന്നാണ്. സംഭവിച്ച തെറ്റുകൾ ആഴമായ കുറ്റബോധത്തോടെ ദൈവത്തോട് ഏറ്റുപറയുകയും മേലിൽ തെറ്റുകൾ ആവർത്തിക്കാതെ ഇരിക്കാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയും ചെയ്യുക. യേശുവിൻ്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ലംഘനം മറച്ചു വയ്ക്കാതെ ഏറ്റുപറയുക. നിനക്ക് കർത്താവിൽ നിന്ന് കരുണ ലഭിക്കും. നിന്റെ മനസാക്ഷിയിലെ പാപക്കറ യേശു നീക്കും.
ശരീരശുദ്ധിക്കുള്ള വസ്തുക്കൾ വാങ്ങാൻ കിട്ടും. എന്നാൽ മനസാക്ഷിയിലെ പാവക്കറ നീക്കുവാൻ യേശുവിൻ്റെ രക്തത്തിനെ കഴിയൂ. ദൈവവും മനുഷ്യരും ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റുകൾ ചെയ്ത വ്യക്തിയാണ് ഞാൻ എന്ന് തോന്നുന്നുവെങ്കിൽ നിന്റെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെയാക്കി തീർക്കും. ഒരു വ്യക്തിയും പാപത്തിൽ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപത്തിൻ്റെ കറപിടിച്ച ഏത് ഹൃദയവും യേശുവിൻ്റെ രക്തത്തിലൂടെ പൂർണ്ണമായി മാറ്റപ്പെടും. അതിനടയാളം പിന്നീട് ആ തെറ്റ് മനസാക്ഷിയെ അലട്ടുകയില്ല. വചനം പറയുന്നു, നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. വിഷമിക്കണ്ട, യേശു നിന്നെ സഹായിക്കും. കഷ്ടതയെല്ലാം തീർന്നിടാറായി, വാഗ്ദത്തങ്ങൾ നിറവേറാറായി. യേശുവിന് പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ ഒരവസരം നൽകൂ. തളർന്ന മനസ്സും ക്ഷീണിച്ച ഹൃദയവും യേശുവിന് മറവല്ല. പ്രതീക്ഷയോടെ ചുവടുവെച്ചതെല്ലാം തകിടം മറിഞ്ഞ് സ്വയപരിശ്രമത്തിൻ്റെ ഫലം നഷ്ടവും പരാജയവും മാനസിക അസ്വസ്ഥതകളുമാണ്. എന്നാൽ സ്വന്തം ശക്തി കൊണ്ടും സ്വന്തം പ്രാപ്തി കൊണ്ടും പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ ഇരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇനി വരുന്ന ഏതു വിഷയത്തിനും യേശുവിൻ്റെ സഹായം ഞാൻ പൂർണ്ണമായി തേടും. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അതുകൊണ്ട് സകലത്തിനും മതിയായ യേശുവിന് പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ നമുക്ക് അവസരം നൽകാം. നിന്റെ സകല പ്രശ്നത്തിനും യേശു പരിഹാരം നൽകും. ഒരു മനുഷ്യന് ജീവിതത്തിൽ 4 വിധ പ്രശ്നങ്ങളാണുള്ളത്: ഭൗതികം, ആത്മീകം, ശാരീരികം, മാനസികം. സ്വന്തം ജനത്തിനും ബന്ധുജനത്തിനും സ്നേഹിതർക്കും ഇവയ്ക്ക് പൂർണ്ണമായ പരിഹാരം എപ്പോഴും നൽകുവാൻ കഴിയുകയില്ല. താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ അറിയാതെ അകപ്പെടുമ്പോൾ എനിക്കുണ്ട് എന്ന് അഭിമാനിക്കുന്നവരെല്ലാം ചിലപ്പോൾ കൈമലർത്തിയേക്കാം. പ്രശ്നം പരിഹരിക്കുവാനോ പങ്കുവയ്ക്കുവാനോ കഴിയാതെ ഉള്ളിഞ്ഞരങ്ങുമ്പോൾ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന വചനം സകല പ്രശ്നവും പരിഹരിക്കും എന്നുറപ്പു തരുന്നു. നിന്റെ പ്രശ്നം എനിക്ക് പരിഹരിച്ചു തരുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇട്ടുകൊള്ളുക നിന്റെ ഭാരങ്ങൾ മുഴുവൻ, നിത്യം പുലർത്താൻ കഴിയുന്നോനിൽ. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. അപ്രതീക്ഷിതമായ അസ്വസ്ഥത മനസ്സിനെ കാർന്നു തിന്നുമ്പോൾ, ഉറ്റവരും പെറ്റവരും ഉറ്റമിത്രങ്ങളും കൈവിടുമ്പോഴും നിരാശയുടെ കറുത്ത മേഘം ഉള്ളിൽ നിഴലിടുകയാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളത്രേ: ആർക്കു വേണ്ടി ജീവിക്കണം? എന്തിനു വേണ്ടി ജീവിക്കണം? സുഹൃത്തെ, യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതുകൊണ്ട് ഒരു നാളും തള്ളിക്കളയാത്ത യേശുവിന് താങ്കളെ ആവശ്യമുണ്ട്. ഇതുവരെയും താങ്കൾ കേട്ടുകൊണ്ടിരുന്ന ഈ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് താങ്കൾക്ക് വേണ്ടി നൽകിയ അതിമഹത്തായ ദൈവിക ദൂതുകളാണ്. പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ താങ്കളോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഇനി നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. നിങ്ങളെ താങ്ങുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ നിലനിർത്തുവാൻ യേശു മതിയായവൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളുടെ പ്രശ്നം എത്രയും വലുതായിക്കൊള്ളട്ടെ. നിങ്ങൾ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ആരോരും അറിയാത്ത ഏകാന്ത അവസ്ഥയിൽ ആയിക്കൊള്ളട്ടെ. എങ്കിലും സകല ഹൃദയങ്ങളെയും അടുത്തറിയുന്ന ദൈവം അവൻ്റെ കണ്ണിന് മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവന് കഴിയാത്തതൊന്നുമില്ല. നിരാശയുടെ അടിത്തട്ടിൽ ആശ്വാസത്തിനിടമില്ലാതെ തിങ്ങിവിങ്ങുന്ന സങ്കടങ്ങളോടുകൂടെ കഴിയുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. കുടുംബജീവിതത്തിൽ ഒരുപക്ഷെ അസ്വസ്ഥനായിരിക്കാം. തലമുറയുടെ വിഷയത്തിൽ ഏറിയ ഭാരം സഹിക്കുന്ന വ്യക്തിയായിരിക്കാം. കടഭാരത്തിൽ താങ്കൾ ജീവിതം മടുത്ത വ്യക്തിയായിരിക്കാം. സഭാ വിഷയങ്ങളിൽ മാനസികമായി തളർന്ന വ്യക്തിയാകാം. വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ താറുമാറായ വ്യക്തിയാണ് എന്ന് തോന്നലിലായിരിക്കാം. ആത്മീയമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും ഏത് ധ്രുവത്തിൽ താങ്കൾ ദുഃഖിതനാണെങ്കിലും യേശുവിൻ്റെ വിഷയങ്ങൾ
സമ്പൂർണ്ണമായി പരിഹരിച്ചു തരുവാൻ കഴിയും. എന്നോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഈ ദൈവിക ദൂതുകൾ ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനാദിയായും ശാശ്വതവാനുമായ ദൈവമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത ദൈവമാണ്. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. ഈ വചനങ്ങളിലൂടെ, ഈ ദൈവിക ദൂതുകളിലൂടെ കർത്താവെ, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലെ നൊമ്പരങ്ങളെ നീ മാറ്റിയതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. നിരാശ നിറഞ്ഞ ഹൃദയത്തിൽ അവിടുന്ന് പ്രത്യാശ നിറച്ചതിനായി നന്ദി പറയുന്നു. അവിശ്വാസം നിറഞ്ഞ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി വിശ്വാസമുള്ള ഹൃദയമാക്കി മാറ്റിയതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എനിക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരുന്ന ഹൃദയത്തിന്മേൽ ഒരു പുതിയ വഴിയുടെ ശുഭഭാവി കാണുവാൻ വിശ്വാസത്താൽ ദൈവം പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, കിടക്കയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായി പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കാണുവാൻ തക്കവണ്ണം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ സമാധാനം ഇപ്പോൾ തന്നെ ഇറങ്ങി വ്യാപരിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ എന്നേക്കുമായി ശരീരം വിട്ടു പോകട്ടെ. മാനസികമായ തളർന്നിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കാണുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അതിശയങ്ങളോടെ വ്യാപരിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അവരുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ മാറ്റങ്ങൾക്കായും നന്ദി പറയുന്ന കർത്താവേ, മുഴുമഹത്വവും കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.